Hi, hello, good evening. അപ്പോൾ നമ്മൾ കോംബിയുടെ സെക്കൻഡ് ക്ലാസ്സിലായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലും കുറച്ച് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ജസ്റ്റ് ഒരു 9:57. വേറെ ഒന്നുമല്ല, നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം, ഒരു 10 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. സൺഡേ ഒക്കെ അല്ലേ. അപ്പോൾ ആരൊക്കെയാണ് ജോയിൻ ചെയ്തത്? ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ, എനിക്കറിയാം 10 മണിയാണ് ടൈം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുൻപ് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, ജസ്റ്റ് എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ആരൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കട്ടെ. ആരൊക്കെ നമ്മുടെ സ്ഥിര ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? നന്ദനയുണ്ട്, കൃഷ്ണ, എഗെയിൻ നന്ദന, ഷസ, ലിയോ പ്രൈം, റാസിഫ്, റിസ്ന, അങ്ങനെ ഓരോ ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അറൗണ്ട് ഒരു എന്താ പറയുക, വി ഹാവ് ടു ഒരു 10 മണി വരെ വിൽ സ്റ്റാർട്ട് സൂൺ അല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ആദ്യം തന്നെ റിപ്പീറ്റേഴ്സ് പറയടാ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗോൾഡ് മെഡൽ എക്സാം ഒക്കെ പറയുന്നത്? അപ്പോൾ ഗോൾഡ് മെഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഫിക്കൽട്ടായിരുന്നോ? എല്ലാവർക്കും നേരെ എഴുതാൻ പറ്റിയോ? ഹൗ വാസ് ദ ഫിസിക്സ് പാർട്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. ഹാമിദ, അതുപോലെ തന്നെ ഡാലിയ ഈസ് സെയിങ്, അനിഷ്ട ഈസ് സെയിങ്, ഷബ്ന ഈസ് സെയിങ്, നന്ദന ഈസ് സെയിങ്. സുഖല്ലേ സാർ? ഓ നന്ദന, സുഖം കേട്ടോ, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് എ സൺഡേ റൈറ്റ്. അപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ട് സൺഡേയുടെ ചെറിയ മടിയും ഒക്കെ പിടിച്ചിരിക്കുകയായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓൾ ഗുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഗോൾഡ് മെഡൽ എക്സാം? അത് നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. ഗോൾഡ് മെഡൽ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരുന്നോ? അതിൽ ഗോൾഡ് മെഡൽ എക്സാമിൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തത് ഞാനായിരുന്നു. അത് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയല്ലോ എന്നറിയില്ല. ഞാൻ അത് ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടഫായിരുന്നു സാർ, 30 നെഗറ്റീവ് അടിച്ചു. അയ്യോ കുഴപ്പമില്ല ഷബാന, നെക്സ്റ്റ് ടൈമിൽ. ഞാൻ പറഞ്ഞല്ലോ, വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ദ പ്രിപ്പറേഷൻ അല്ലേ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം ടു ഗോ അല്ലേ, ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. സോ ടേക്ക് ദിസ് എസ് ഓൺ എ പോസിറ്റീവ് നോട്ട്. ഇതൊരു ഞാൻ പറഞ്ഞില്ല, എവറിത്തിങ് ഹാസ് ടു ബി ഡൺ ഇൻ എ പോസിറ്റീവ് സ്കെയിലിൽ. അപ്പോൾ എല്ലാം ആ രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ ആണല്ലോ. സോ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് അ ന്യൂ ചാപ്റ്റർ. റഹുമത്ത്, ആതിര ഇസ് ഹിയർ, ആമിന ഇസ് ഹിയർ, വീന ഇസ് ഹിയർ, കബനി ഇസ് ഹിയർ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് ഡാലിയ കുറച്ച് ടഫായിരുന്നു. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ചെറിയ ടഫ്നെസ് ഉണ്ടാവും, ഞാൻ അല്ലാന്ന് പറയുന്നില്ല. കാരണം ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ് ഒക്കെ ചെറിയൊരു ഡിഫിക്കൽട്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല കാര്യം. ഓക്കെ ആണല്ലോ. ഓക്കെ, 9:59. ഞാൻ കുറച്ച് നേരത്തെ വന്നു, ഒരു 1 minute 2 minutes നേരത്തെ വന്നു കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ ആണല്ലോ. സോ എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആസ് വി സെഡ് യൂഷ്വലി നമുക്ക് നമ്മുടെ ഏറ്റവും ഇപ്പോൾ നമ്മുടെ നീറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ലൈക്ക് 3 months ലെഫ്റ്റ്, 3 മാസം കൂടിയാണ് ബാക്കിയുള്ളത്. സോ ഡെഫിനറ്റ്ലി ആർക്കെങ്കിലും ഇനി കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റിലൈ ഓൺ ദി ക്യാപ്സ്യൂൾ പ്രോഗ്രാം അല്ലേ. നല്ല അടിപൊളി പ്രോഗ്രാമാണ്. ഞാൻ പറഞ്ഞില്ല, ഫിസിക്സ് ഒക്കെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് അതിലെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് 2 to 3 ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് ലൈവിൽ പോകുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി റിയലി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഇറ്റ്. താഴെ കൊടുത്തുള്ള നമ്പർ, ഓടിക്കളിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ജസ്റ്റ് ഹാവ് എ കോൾ ഓൺ ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ടു നോ ദ ഡീറ്റെയിൽസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രീലക്ഷ്മി, രാഹിന, വൈഷ്ണ, ആദില, തസ്നി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എവ്രി വൺ ഈസ് ജോയിനിങ്. ഓക്കെ ആണല്ലോ. സോ എവ്രി വൺ ഈസ് സെയിങ് ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവരെയും കാണുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന വേറെ ഒന്നുമല്ല. ഷാർപ്പ് 10 ആകുമ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ വിൽ ടേക്ക് ദം ഓൾസോ ടുഗെദർ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നിങ്ങൾ ഫസ്റ്റത്തെ തിങ് എന്താ വേണ്ടത്, നിങ്ങളെല്ലാവരും നിങ്ങളോട് പറയാം, ഗ്രൂപ്പിൽ പോയിട്ട് പറയാം വാട്ട് ഹാപ്പൻ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ട്, ദേ ഷുഡ് ഡെഫിനറ്റ്ലി ജോയിൻ അല്ലേ. യു ഹാവ് ടു ഷെയർ ദ ലിങ്ക് ബിക്കോസ് ഷെയറിങ് ഈസ് കെയറിങ് അല്ലേ. ഒറ്റയ്ക്ക് പഠിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ശരിയല്ലേ. അപ്പോൾ എല്ലാവരും അവരുടെ ഇതൊക്കെ ലിങ്ക് ചെയ്യുക. 65 പേരായിട്ടേ ഉള്ളൂ. സോ ദേ ഷുഡ് ബി മോർ പീപ്പിൾ, വി ആർ എക്സ്പെക്ടിങ് മോർ പീപ്പിൾ. അപ്പോൾ അവർ മെല്ലെ വരട്ടെ. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചോ, ഡെഫിനറ്റ്ലി ഫുഡൊക്കെ കഴിച്ചല്ലോ. 7 മണിക്ക് ഇറ്റ്സ് സൺഡേ അല്ലേ. സോ ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് സൺഡേസിൽ യൂഷ്വലി പുറത്തുനിന്നാണ് കഴിക്കുക. നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഇന്നവിറ്റബിൾ 30 ഉണ്ടാകുമോ? ഫോർ ദ ടൈം ബീങ് നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല കേട്ടോ, ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും. ബട്ട് ഡെഫിനറ്റ്ലി യെസ്, മോസ്റ്റ് പ്രോബ്ലി ഉണ്ടാവും. എന്തായാലും നമ്മൾ കുറച്ചധികം സീരീസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ വീണ്ടും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. സോ ഫുഡ് കഴിഞ്ഞു. നൈസ് ടു സി യു, നൈസ് ടു മീറ്റ് യു ടു ആസിഫ്. ക്യാപ്സൂൾ കിട്ടാൻ ഏത് നമ്പറാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? താഴെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഇതിലിവിടെ എന്താ പറയുക, ഒരു താഴെ നിങ്ങൾക്കൊരു ആഡ് പോലെ പോകുന്നുണ്ടല്ലോ, അതിലൊരു നമ്പർ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ ആണല്ലോ. സോ എല്ലാവരും റെഡി അല്ലേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ചാപ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് എല്ലാവരും തംസ് അപ്പ് ഇട്ടേ നോക്കട്ടെ, എല്ലാവരും റെഡിയാണോ, എല്ലാവരും ആക്റ്റീവാണ്. എനിക്കറിയാവുന്ന സൺഡേ ആണ്, എല്ലാവർക്കും ചെറിയ ഉറക്കം വരും, എല്ലാവരും നേരത്തെ ഉറങ്ങാൻ പോവാണ്. റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് അവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ലേ. സോ മോസ്റ്റ് പ്രോബ്ലി അവർ
ഇനിയിപ്പോൾ പഠിക്കണോ, എല്ലാവരും ഭയങ്കര എന്താണ് തോട്ടിലിരിക്കുന്നൊരു സമയമാണ് അല്ലേ. സോ ഇറ്റ്സ് ടൈം ഫോർ യു ടു സ്റ്റാർട്ട്, റൈറ്റ്? ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഈസ് ദിസ് ഇനഫ് ഫോർ ദി ചാപ്റ്റർ? യാ, ഇറ്റ്സ് ലൈക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. മോട്ടിവേഷൻ തരുമോ ആമിന? ഡെഫിനറ്റ്ലി ഇറ്റ്സ് കമ്മിങ് അല്ലേ, നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സോ അതെന്തായാലും തരും. ഓക്കെ ആണല്ലോ, ഓക്കെ. അപ്പോൾ എല്ലാവരും തംസ് അപ്പ് ഇടുന്നുണ്ട്. സോ വി ആർ സ്റ്റാർട്ടിങ്. ഓക്കെ ആണല്ലോ, വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദി ചാപ്റ്റർ. അപ്പോൾ അഗെയിൻ ഐ ട്രൈ ടു മേക്ക് ദിസ് അഗെയിൻ എ ലിറ്റിൽ മോർ ഇൻട്രസ്റ്റിംഗ്. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. സോ ഹിയർ ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ഐഡൻറ്റിഫൈ ദ 2 സയൻറ്റിസ്റ്റ് ഹൂ ഇസ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ആരൊക്കെയാടാ ലെഫ്റ്റിലെ റൈറ്റിലുള്ള 2 സയൻറ്റിസ്റ്റുമാർ ആരൊക്കെയെന്ന് പറഞ്ഞേ. ഇന്ന് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫിസിക്സ് വലിക്കരിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് കോമ്പണൻസ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമ്പി റൂമല്ല, ഒരുമിച്ചിരുന്ന് പഠിക്കില്ല. അതായത് ഞാൻ കുറച്ച് ബുക്സൊക്കെ വെച്ച് ഒരു കപ്പ് എവറിത്തിങ് ഇസ് ദയർ അല്ല. അപ്പോൾ നിങ്ങളുടെ അപ്പുറത്ത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കണം, നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളങ്ങനെ പഠിപ്പിച്ച് തരികയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ പറയണം. ഓക്കെ, സോ അങ്ങനെയായിരിക്കും നമ്മൾ ബേസിക്കലി ഈ ഒരു കോമ്പി പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. സോ ഞാൻ കുറച്ച് കുട്ടികളെ പോലെ ആയോന്നൊന്നും അറിയില്ല, ബട്ട് ഐ ലവ് ദിസ് വേ അല്ലേ. നമ്മൾ ചെറിയ ഒന്ന് ഇതാക്കി കൊടുത്താണ്. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് ടെൽ മീ ഹൗ ഇസ് ഇറ്റ്. ആരൊക്കെയാടാ പറഞ്ഞേ. സോ ഹൂസ് ഫാരഡേ? Faraday is this guy, this person is Faraday, Michael Faraday. You got it right. This scientist is Michael Faraday. Correct ആണ്. Okay, that is Michael Faraday. ഇനി ഇയാളാരാ പറഞ്ഞേ. Who is this guy? രണ്ടാളും കളർ മാറ്റി വന്നവരല്ലാട്ടോ. This is another guy. ഇന്നത്തെ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആളാണ്. ആ ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം. Who is this പറഞ്ഞേ. ആകാശ് ഏട്ടാ, ഹായ്, ഹലോ, ഹായ്. സോ എവ്രി വൺ ഇസ് ഹിയർ. അത് ഇയാളും കൂടെ പറഞ്ഞേ നോക്കട്ടെ, ആരാണ് ഏറ്റവും നന്നായി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഹൂ ഇസ് ദ സയൻറ്റിസ്റ്റ് പറഞ്ഞേടാ. ഇയാളും കൂടെ പറഞ്ഞേ. ദെൻ വി വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ് ഓൺ. വോൾട്ട അല്ലല്ലോ. നോ, ദിസ് ഇസ് നോട്ട് വോൾട്ട. അയ്യോ, വോൾട്ടേജിൽ നിങ്ങൾ വോൾട്ട ആക്കിയതാണോ? ഓക്കെ, ആൻഡ് ഗ്രേറ്റ്. ഡാലിയ കൊള്ളാലോ. ഓക്കെ, ദിസ് സയൻറ്റിസ്റ്റ് ഇസ് ബേസിക്കലി കുളംബ്. നല്ല പഠിച്ചില്ലേ? കുളംബ്. ഓക്കെ ആണല്ലോ. സോ കുളംബ് ആണ് കേട്ടോ ഇത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്, ഫൈൻ. സോ എക്സാമിന് ചോദിക്കുമോ നെയിമൊക്കെ? ഡൗട്ടാണ് സാർ. അയ്യോ, അതൊന്നും എക്സാമിന് ചോദിക്കില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറയില്ല, ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ തരില്ല, അതുപോലെ തന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് എന്താണ് വേറൊന്നും ചെയ്തതല്ല. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. ഓക്കെ, കുളംബ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദി ചാപ്റ്റർ. സോ വെൽക്കം ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് കുറിച്ചിട്ടാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ 2 ചാർജ് അടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഐദർ ദേ വിൽ അട്രാക്റ്റ് ഓർ ദേ വിൽ റിപ്പൽ. ഇപ്പോൾ 2 ചാർജ് റിപ്പൽ ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിന് അടുത്തേക്ക് വരുമ്പോഴേക്കും അവർ ദൂരേക്ക് പോകും അല്ലേ. അപ്പോൾ സപ്പോസ് അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ചാർജിനെ നിനക്ക് ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറിൽ വെക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. കാരണം അവർ അവിടെ ഇവിടെ ഇരിക്കണം. അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് റിപ്പൽ ചെയ്യാൻ തോന്നും. അപ്പോൾ ആ ദൂരെ ഇരിക്കുന്ന ചാർജിനെ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വർക്ക് ചെയ്യേണ്ടി വരും. ശരിയാണല്ലോ. ആ വർക്കിനാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ചാർജസ് ഇരിക്കുമ്പോൾ അവർക്കിടയിൽ എന്തുണ്ടാവും? ദേ വിൽ ബി ഹാവിങ് സംതിങ് നോൺ എസ് എൻ ഇൻട്രാക്ഷൻ ഫോഴ്സ്. ഓക്കെ ആണല്ലോ. ദേ വിൽ ബി ഹാവിങ് സംതിങ് നോൺ എസ് എൻ ഇൻട്രാക്ഷൻ ഫോഴ്സ്. അപ്പോൾ അതായത് അട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കാം, എന്തുമായിരിക്കാം. ആ ഒരു ഇൻട്രാക്ഷൻ ഫോഴ്സിനെ ഓവർകം ചെയ്ത് നീ ആ ചാർജസിനെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നീ ചെയ്യുന്ന വർക്ക്, അതിനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഡു യു മീൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം? ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ ആണല്ലോ. അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ എപ്പോഴും എ ചാർജ് മൂവ്സ് ഫ്രം എ ഹൈ പൊട്ടൻഷ്യൽ ടു എ ലോ പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. ഇറ്റ് ഓൾവേസ് മൂവ് ഫ്രം എ ഹൈ പൊട്ടൻഷ്യൽ ടു എ ലോ പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ. സോ ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം. എന്താണ് ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ്. ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അതവിടെ നിൽക്കട്ടെ. സോ ഇതാണ് കാര്യം. സോ നമുക്കൊരു 2 ചാർജിനെ കുറിച്ച് സംസാരിക്കാം അല്ലെ. വി ഹാവ് എ Q1 ചാർജ് ആൻഡ് വി ഹാവ് എ Q2 ചാർജ്. ഓക്കെ ആണല്ലോ.
ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ Q2 എന്ന് പറഞ്ഞ ചാർജ് ആദ്യം ഇൻഫിനിറ്റിയിലായിരുന്നു, വളരെ ദൂരെയായിരുന്നു. നമ്മൾ എന്നിട്ട് ആ ചാർജ് നീക്കിക്കൊണ്ട് വന്നിട്ട് ഒരു R ഡിസ്റ്റൻസ് അകലത്തിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു R ഡിസ്റ്റൻസ് അകലത്തിൽ ഈ ഒരു Q2 ചാർജിനെ കൊണ്ടുവന്ന് വെക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യണം അല്ലേ, ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോർമുലയാണ്, ഇക്വേഷനൊക്കെ ഉണ്ട്, ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R എഫ് ഡോട്ട് ഡി എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അതല്ലേ നമ്മുടെ വർക്കിൻ്റെ ഫോർമുല. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഓർ വാട്ട് ഈസ് ദ electrostatic potential energy in bringing a charge from infinity to a particular point. Okay ആണല്ലോ. അതെന്ന് പറയുന്നത് W is equal to K Q1 Q2 by R. Okay ആണല്ലോ. W is equal to K Q1 Q2 by R. Okay ആണല്ലോ. So W is equal to K Q1 Q2 by R. അതാണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇതിനെ എഴുതുന്നത് നമ്മൾ വർക്ക് എന്നല്ല വിളിക്കുക, നമ്മൾ ഇതിനെ വിളിക്കുന്ന ഒരു പെർട്ടിക്കുലർ പേരുണ്ട്, അതിനാണ് ഇൻട്രാക്ഷൻ എനർജി. എന്താണ് അത്? ദാറ്റ് ഈസ് നോൺ ആസ് ഇൻട്രാക്ഷൻ എനർജി. അങ്ങനെ ഇൻട്രാക്ഷൻ എനർജി നമ്മൾ വിളിക്കുക. ഓക്കെ ആണല്ലോ. നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ U ആയിട്ടാണ്. ഓക്കെ ആണല്ലോ, U ആയിട്ടാണ്. ഓക്കെ സാർ ഇന്നും 12 വരെ എടുത്തു, ഐ വിൽ ബി ഹിയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ ആരൊക്കെ 12 വരെ എടുക്കുകയാണെങ്കിൽ ഉണ്ടാവും, അതോ 11:30 ആകുമ്പോഴേക്കും വൈൻഡ് അപ്പ് ചെയ്യണോ? നിങ്ങളുടെ ഒരു ടേക്ക് പറഞ്ഞാൽ സാർ എപ്പോൾ തീർക്കണം എന്നുള്ളത് എന്നാൽ അതിനനുസരിച്ച് തന്നെ പറഞ്ഞു പോകാമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. 12 വരെ ഇരിക്കാൻ എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനും ഐ വിൽ ബി സോ ഹാപ്പി ടു ടേക്ക് ഇറ്റ്. അല്ലെങ്കിൽ നമ്മളൊന്ന് പെട്ടെന്നാക്കിയിട്ട് 11:30 ആകുമ്പോൾ തീർക്കേണ്ടി വരും. നിങ്ങൾ പറയും, നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. So this is the interaction energy. U is equal to K Q1 Q2 by R. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ രണ്ട് കേസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഒന്നാമത്തെ കാര്യം, U is positive if both charges are same. ഓക്കെ ആണല്ലോ, ആർ സെയിം. അതായത് രണ്ട് പോസിറ്റീവ് ചാർജാണ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ U വിൽ ബി നെഗറ്റീവ്. എപ്പോഴാണ് U നെഗറ്റീവ് ആവുക? വെൻ വൺ ഇസ് പോസിറ്റീവ് ആൻഡ് അതർ ഇസ് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ എന്ത് പറ്റും? ആ ഒരു കോമ്പിനേഷനിലാണെങ്കിൽ U വിൽ ബി നെഗറ്റീവ്. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്, ഫൈൻ. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ അതാണ് പൊട്ടൻഷ്യൽ എനർജി സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ ഇതാണ് അടുത്ത കാര്യം, ഇൻട്രാക്ഷൻ എനർജി ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടിക്കിൾസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, രണ്ട് പാർട്ടിക്കിൾസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ഒരു Q1 ഉണ്ട്, ഒരു Q2 ഉണ്ട്, ഒരു Q3 ഉണ്ട്. അവർക്കുള്ള ഡിസ്റ്റൻസ് ആണ് R1, R2, R3. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇവിടെ എന്താ വരിക നോക്കിക്കോ. ഇവിടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഓരോ ചാർജിനെ എടുക്കുക. സപ്പോസ് ഞാൻ ആദ്യം എടുക്കുന്നത് Q1നെയാണ്. ഓക്കെ, അപ്പോൾ Q1ന് Q2 ആയിട്ടും ഇൻട്രാക്ട് ചെയ്യാം, Q3 ആയിട്ടും ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം Q2, സോ K Q1 Q2 by R പ്ലസ് K. ഇനി Q1ന് ആരായിട്ട് ഇൻട്രാക്ട് ചെയ്യാം? Q3 ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാം, K Q1 Q3 by R പ്ലസ്. അടുത്തത് കഴിഞ്ഞു, ഇപ്പോൾ Q1ൻ്റെ കഴിഞ്ഞു. ഇനി Q2ൻ്റെ എടുക്കുകയാണ്. Q2 Q1 ഇൻട്രാക്ഷൻ നമ്മൾ ഓൾറെഡി എഴുതി. ഇനി ബാക്കിയുള്ള Q2 Q3 ആണ് അല്ലേ. സോ K Q2 Q3 by R. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ Q3 എടുത്താലും Q3 Q2 Q3 Q1 രണ്ടും നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓർ മോർ ലൈക്ക് സിസ്റ്റം ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. ഓക്കെ ആണല്ലോ. സോ അതാണ് ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദിസ് ആൻഡ് ഓൾസോ ദിസ് ഇസ് ദ ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾ എക്സാമിന് ഇങ്ങനെ സിസ്റ്റം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്കറിയില്ല, ഇപ്പം ഇതിലിപ്പോൾ ഞാൻ 3 എഴുതി. അപ്പോൾ നിങ്ങൾക്കൊരു 4 ചാർജ് ഉണ്ട്, ഒരു 5 ചാർജ് ഉണ്ട്. അപ്പോൾ ഇതിൽ എത്ര ഇക്വേഷൻ വേണം അല്ലെങ്കിൽ എത്ര ഇൻട്രാക്ഷൻ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു എളുപ്പവൃത്തി ഉണ്ട്. എത്ര പെയർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് നമ്പർ ഓഫ് പെയേഴ്സ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n-1/2. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് പെയർ എന്ന് പറയുന്നത്. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് പെയർ? n ഇൻറ്റു n-1/2. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് R1 R2 R3. സോറി, അത് പറയാൻ മറന്നുപോയതാണ്. Q1 Q2 by R3. സോറി, ഞാൻ ആസിഫ് പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. അതുപോലെ Q1 Q3 by R2, Q2 Q3 by R1 കേട്ടോ. Q1 Q2 by R3. ഓക്കെ ആണല്ലോ, ഫൈൻ. സർ കീം ആസ്പിരൻസിന് ഈ ക്ലാസ് യൂസ്ഫുൾ ആവണോ? ഡെഫിനറ്റ്ലി. കാരണം ഇതിൽ നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തായാലും കീമിന് റെഗുലറായിട്ട് ചോദിക്കുന്ന ഇക്വേഷൻസ് ആണ്. സോ ഡെഫിനറ്റ്ലി സ്റ്റേ ബാക്ക്, യു വിൽ ബി ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് കൺസെപ്റ്റ്സ് ഓൾസോ. ഓക്കെ, സോ ഇതാണ് പെയർ. അതായത് വേറെ ഒന്നുമില്ല. ഇപ്പം നമുക്ക് 3 ചാർജ് വന്നു.
അപ്പോൾ നമുക്കറിയാം 3 ചാർജ് എന്നാൽ 3 പെയർ ഉണ്ടെന്ന് അറിയാം അല്ലേ. അപ്പോൾ 3 × 3 - 1/2 അല്ലേ. സോ 3 × 2/2. സോ ദിസ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെ. പക്ഷേ ഒരു സ്ക്വയർ ആകുമ്പോൾ 4 എണ്ണാകുമ്പോൾ നിങ്ങൾക്കറിയാം 4 എണ്ണാകുമ്പോൾ 1 2 3 4 ആകുമ്പോൾ 1 2 3 പിന്നെ നിങ്ങൾക്ക് 1 2. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റിപ്പോവും ഒരു ചാർജിന് എത്ര എണ്ണം മാച്ച് ചെയ്യണമെന്ന്. സോ ദിസ് ഈസ് 4 × 3/2 അല്ലേ. സോ ദിസ് ഈസ് എത്ര വരിക 2. സോ ദിസ് ഈസ് 6 ഇൻട്രാക്ഷൻ. അതായത് ഒരു സ്ക്വയർ ആണെങ്കിൽ 6 പെയർ വരുന്ന ആലോചിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെ നിങ്ങൾക്ക് എത്ര ചാർജ് എത്ര എണ്ണം വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു പെയറിൻ്റെ ഇക്വേഷൻ ഉള്ളത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് n × n - 1/2. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു സ്ക്വയർ ആണെങ്കിൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 4 × 3/2 ആണ്. അത് 6 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക സ്ക്വയർ ആകുമ്പോൾ 4 സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ 2 ഡയഗണൽ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. സ്ക്വയറിന് 4 സൈഡ് ഉണ്ട്, 2 ഡയഗണൽ ഉണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ സിസ്റ്റത്തിന് എനർജി ഞാൻ പറഞ്ഞുതരാം, മൊത്തം എഴുതി കൺഫ്യൂഷൻ ആക്കുന്നില്ല. ടോട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് -2kq²/√2a. ഇത് മക്കളെ ഒരിക്കലും മറക്കരുത്. കാരണം നിങ്ങൾക്ക് എക്സാമിന് ഡയറക്റ്റ് ചോദിക്കും. അതായത് ഇതേപോലെ ശ്രദ്ധിക്കുക, 4 ചാർജ് വെച്ചിട്ട് മുകളിൽ 2 പ്ലസും താഴെ 2 മൈനസും വെച്ചിട്ട് ചോദിക്കും. കാൽക്കുലേറ്റ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് -2kq²/√2a ആണ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഫോർ ദി ഡേ. അടുത്ത കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. ഒരു ക്യൂബാണ്. നിങ്ങൾക്ക് നല്ലോണം പണി തരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരാൾ ഇടുകയാണെങ്കിൽ അവർക്ക് ക്യൂബ് ക്വസ്റ്റൻ ആയിട്ട് ഇടാം. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ക്യൂബിനെ കുറിച്ച് കുറച്ച് ആസ്പെക്ട്സ് പറഞ്ഞുതരാം. ക്യൂബിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് അതിൻ്റെ വെറൈറ്റി എന്ന് പറയാം. ഡിസ്റ്റൻസ് ആൻഡ് നമ്പർ ഓഫ് പെയേഴ്സ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ക്യൂബിൽ 8 പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ. 8 പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം 8 × 8 - 1/2 അതായത് 8 × 7/2 എന്ന് പറയുമ്പോൾ അറൗണ്ട് 28 കോമ്പിനേഷൻ വരും. മനസ്സിലായോ? 28 കോമ്പിനേഷൻ. നമ്മളിപ്പോൾ ഇവിടെ 3 കോമ്പിനേഷൻ എഴുതിയത് അല്ലേ, അതേപോലെ 28 കോമ്പിനേഷൻ ഉണ്ടാവും എന്ത് ഒരു ക്യൂബിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എഴുതുന്ന സമയത്ത്. ഓക്കെ. സോ അതും കാരണം ക്യൂബിന് സൈഡ് ഉണ്ട് അല്ലേ. സൈഡിൻ്റെ ഡിസ്റ്റൻസ് എത്രയാ? എ ആണ്. അറിയാലോ, ഡയഗണലിസ് ഇപ്പോൾ എ ആണെങ്കിൽ ദിസ് ഇസ് എ. അങ്ങനെ 12 പെയർ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. 12 പെയർ. നമുക്ക് ഓരോ ചാർജ് എടുത്ത് നിങ്ങൾക്ക് എണ്ണി നോക്കാം. 12 എണ്ണം ഉണ്ടാവും. അതുപോലെ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ഫേസ് ഡയഗണൽ. അതിൻ്റെ ഡയഗണൽ √2a ആണ്. ഇതാണ് ഫേസ് ഡയഗണൽ കേട്ടോ. ഇതാണ് ഒരു ഫേസിനെ പരസ്പരം മുട്ടിക്കുക. അത് 12 പെയർ ഉണ്ട് എഗെയിൻ. പിന്നെ ഉള്ളതാണ് മെയിൻ ഡയഗണൽ. ഏതാണ് അത്? മെയിൻ ഡയഗണൽ. അത് √3 ആണ് ഡിസ്റ്റൻസ്. അത് 4 ആണ്. ഓക്കെ. ഇങ്ങനെ അതായത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത് ഓർത്തിരിക്കാൻ സുഖം എന്താ അറിയോ? √1a, √2a, √3a. സൈഡ് √1a ആണ്. അതുപോലെ തന്നെ ഫേസ് ഡയഗണൽ √2a ആണ്. മെയിൻ ഡയഗണൽ √3a ആണ്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണ് 3 കാര്യമുള്ളത്. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് തിങ്. ഇനി നിങ്ങൾക്ക് ചോദിച്ച ചോദ്യം വാട്ട് ഇസ് ദ യു സിസ്റ്റം, അതാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ. എക്സാമിന് ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ potential energy of the system, what is U system, that is equal to 12kq²/a plus 12kq²/√2a plus 4kq²/√3a. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഒരു ക്യൂബിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അഥവാ ചോദിച്ചാൽ എന്തായാലും നിങ്ങൾ ഇത് ഓർത്തിരിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ഈ ഒരു ഭാഗം. അപ്പോൾ രണ്ടാമത്തെ മറന്നാലും കുഴപ്പമില്ല, ബട്ട് ഇറ്റ് വിൽ ബി നൈസ് ഇഫ് യു കുഡ് മെമ്മറൈസ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഭാഗത്ത് നിന്ന് ഇനീഷ്യൽ ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോടാ? ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തന്നെ. കാര്യങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ. വൈ -4 സ്ക്വയർ? -4 സ്ക്വയർ കൊടുക്കാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന ചാർജ് നോക്കുക, 2 പോസിറ്റീവും 2 നെഗറ്റീവുമാണ്. സാറ് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഇവിടെ,
അതായത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എനർജി നെഗറ്റീവ് ആയിരിക്കുന്നത്. അത് നമ്മൾ കുറേ ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൺസെപ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, ഇവിടെയും ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്, അതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ ഫൈൻ, ക്ലിയർ സർ. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും റെഫർ ചെയ്തുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു? ഒരു കൂട്ടം ഓഫ് പാർട്ടിക്കിൾസ്, ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസിനായിരുന്നു. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരൊറ്റ ചാർജിനെ കുറിച്ചാണ്. ഓക്കെ ആണല്ലോ, വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എ സിംഗിൾ ചാർജ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒരു ചാർജ്, ദൂരെ ഇൻഫിനിറ്റിയിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ചാർജിനെ നിനക്ക് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നീ ചെയ്യേണ്ട വർക്കിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താടാ? ഇൻഫിനിറ്റി അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ഒരു ചാർജിനെ നീ പറയുന്ന ഒരു പോയിന്റിലേക്ക് ആ ചാർജിനെ എടുത്തോണ്ട് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി നീ ചെയ്യുന്ന വർക്കിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് നോൺ ആസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ വാട്ട് ഈസ് ദ SI യൂണിറ്റ്? നമുക്കറിയാം ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് V വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. സപ്പോസ് യു ചാർജ് യു വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്തിന്? ഒരു Q0 ചാർജിനെ കൊണ്ടുവരാൻ. അങ്ങനെയാണെങ്കിൽ ഒരു കുളമ്പിനെ കൊണ്ടുവരാനുള്ള ചാർജിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. എന്താണ്? ഒരു കുളം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമ്മൾ പറയുന്നത് ഒരു കുളം അല്ലെങ്കിൽ ഒരു ന്യൂട്ടൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ, ഓർ V is equal to W/Q0. ഓക്കെ ആണല്ലോ, സോ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ്. ഓക്കെ ആണല്ലോ, സോ ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് SI യൂണിറ്റ്? പറഞ്ഞാൽ SI യൂണിറ്റ് ഇസ് വോൾട്ട് കേട്ടോ. SI യൂണിറ്റിൽ വോൾട്ടാണ്. അതുപോലെ തന്നെ ESU യൂണിറ്റിൽ, CGS യൂണിറ്റിൽ നമ്മൾ വിളിക്കുന്നത് ESU എന്നാണ് കേട്ടോ. ESU ഒന്നും ഒരുപാട് പേർക്ക് അറിയില്ല, ബട്ട് അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതിന് ESU എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, സോ അത്രയും കാര്യങ്ങളായി. ഇനി കുറച്ച് മസ്റ്റ് നോ ഫാക്ട്സ്. ഇത് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളതാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എഴുതാം. ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി കേട്ടോ. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. നിങ്ങൾ മസ്റ്റ് നോ ഫാക്ട് എന്ന് എഴുതി എന്നിട്ട് പറയുന്ന പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിച്ച് എഴുതാം. രണ്ടാമത്തെ പോയിന്റ്, അതിൻ്റെ ഡയമെൻഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ, വാട്ട് ഈസ് ദ ഡയമെൻഷൻ? ഇതിൻ്റെ ഡയമെൻഷൻ ഈസ് ml³ ml² T⁻³ A⁻⁻1. ഓക്കെ ആണല്ലോ, ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml² T⁻³ A⁻⁻1 ആണ്. യൂണിറ്റ് ഓൾറെഡി പറഞ്ഞു. ആൻഡ് വാട്ട് ഈസ് ദ V? വാട്ട് ഈസ് ആൻ ഇക്വേഷൻ ഫോർ V എന്ന് വെച്ച് കഴിഞ്ഞാൽ V is equal to -integral E.dr. ഓക്കെ ആണല്ലോ, E.dr ദാറ്റ് ഈസ് ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കേട്ടോ. എവിടെയെങ്കിലും വോൾട്ടിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് യുവർ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് യുവർ ഇക്വേഷൻ. ഓക്കെ, സോ അത് ആലോചിച്ചിരിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ്, ഇപ്പോൾ ഒരു ചാർജിനെ നീ ഇങ്ങനെ വെച്ചു, എന്നിട്ട് നിന്നോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ബൈ ദി ചാർജ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ടു ബ്രിങ് ദിസ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി എന്ന് നിങ്ങളോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് പൊട്ടൻഷ്യൽ V is equal to Q/4πε0r. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ V is equal to Q/4πε0r. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സപ്പോസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ ഒരു മീഡിയം നമ്മൾ യൂഷ്വലി എപ്പോഴും പറയുന്നത് എയറിൽ എടുക്കുന്നു എന്നാണ് അല്ലേ. സപ്പോസ് അതിലൊരു ഡൈ ഇലക്ട്രിക് മീഡിയം ഉണ്ട്. ഓക്കെ ആണല്ലോ, ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ കുറയും. അതായത് ഇൻ പ്രസൻസ് ഓഫ് എ ഡൈഇലക്ട്രിക് മീഡിയം പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസസ്. ആൻഡ് എത്ര കുറയുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 1/εr ടൈംസ് ദ വാല്യൂ ഇൻ ഫ്രീ സ്പേസ്. വാല്യൂ ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ ആണല്ലോ, സോ ഇത്രയുമായിരിക്കും വാല്യൂ. അതായത് പൊട്ടൻഷ്യൽ കുറയും ആൻഡ് ഇറ്റ് ബിക്കംസ് 1/εr ടൈംസ് ദ വാല്യൂ ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ ആണല്ലോ, സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. പൊട്ടൻഷ്യലിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളാണ് സാർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, സോ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ആൻഡ് വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് പോയിന്റ്. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ
2 points. ഓക്കെ ആണല്ലോ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points. അപ്പോൾ 2 പോയിന്റ് ഉണ്ട്, സപ്പോസ് കണ്ടോ ഇതേപോലെ 2 പോയിന്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ, വി എ ആൻഡ് വി ബി. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഇസ് കോൾഡ് as വി എ, ഇവിടെയുള്ളത് വി ബി ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ, വി ബി ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഹാപ്പൻസ്, നമുക്കറിയാം ഫൈനൽ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും അല്ലേ. സോ വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി ആർ ആയിരിക്കും കേട്ടോ. വി ബി മൈനസ് വി എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി ആർ. അതായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, നമ്മൾ അതിനെ യൂഷ്വലി ചെയ്ത് ഡി വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ ഓർ ഡി വി ഇസ് ഈക്വൽ ടു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. ഓക്കെ ആണല്ലോ, ഓർ കുറച്ചും കൂടെ ബെറ്റർ ചെയ്താണെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന ഇക്വേഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ബി മൈനസ് വി എ. ഓക്കെ ആണല്ലോ, സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ബി മൈനസ് വി എ. ഓക്കെ ആണല്ലോ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ സപ്പോസ് ഞാനൊരു ചെറിയ സാധനം വരയ്ക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ, പോയിന്റ് എ, ആൻഡ് ദിസ് ഇസ് പോയിന്റ് ബി. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് പോയിന്റ് എ ആൻഡ് ദി അതർ ഇസ് പോയിന്റ് ബി. ഞാൻ ഈ എ നിന്ന് ബിയിലേക്ക് 3 ആളോട് 3 വഴി പോകാൻ പറയുകയാണ്. അപ്പോൾ ഒരു ചങ്ങായി മടിയനാണ്, ആൾ നേരെ അങ്ങ് പോയി. ഓക്കെ ആണല്ലോ, നേരെ അങ്ങ് പോയി എത്തി. അടുത്തൊരാൾ പറയുകയാണ് എനിക്ക് പെട്ടെന്ന് എത്തണ്ട, എനിക്ക് മെല്ലെ പോയാൽ മതി. അപ്പോൾ അയാൾ ഇങ്ങനെ എത്തി. ഒരാൾക്ക് ഇങ്ങനെ പോകാമല്ലോ, പോവാം. അടുത്തൊരാൾ പറയുകയാണെങ്കിൽ ഇവരിങ്ങനെ പോയി, ഞാൻ ഒന്ന് വളഞ്ഞു പോവാം. അതുകൊണ്ട് ഈ ചങ്ങായി ഇങ്ങനെയും പോയി. ഓക്കെ ആണല്ലോ, ഇപ്പോൾ യു ഗോട്ട് W1 വർക്ക് ഫോർ ദിസ്, W2 വർക്ക് ഫോർ ദിസ്, W3 വർക്ക് ഫോർ ദിസ്. അങ്ങനെ 3 ആൾക്കാർ 3 പാത്ത് വഴിയാണ് പോയത്. ഓക്കെ ആണല്ലോ, ആ 3 ആൾ 3 പാത്ത് വഴിയാണ് പോയത്. അങ്ങനെ W1 W2 W3 കിട്ടി. പക്ഷെ എന്താ കാര്യം എന്നറിയോ, ഇവർ എത്ര വളഞ്ഞു പോയാലും 2 പോയിന്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് അതിങ്ങോട്ട് നീക്കാനുള്ള വർക്കും എപ്പോഴും സെയിം ആയിരിക്കും. സോ W1 വിൽ ബി ഈക്വൽ ടു W2 വിച്ച് വിൽ ബി ഈക്വൽ ടു W3. ഓക്കെ ആണല്ലോ, W1 ഇസ് ഈക്വൽ ടു W2 വിച്ച് ഇസ് ഈക്വൽ ടു W3. ഓക്കെ ആണല്ലോ, ഫൈൻ. 4 ഒന്നുകൂടെ പറയോ, ഏതാടാ പറയേണ്ടത്? ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയോ, ഏതാ വേണ്ടത്? സാർ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയോ, ഏതാണ് ഉദ്ദേശിച്ചത്? ഒന്ന് പറയോടെ, ഏത് ഭാഗമാണ് 4 എന്ന് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. ജസ്റ്റ് ഒന്ന് പറയാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. സോ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞാൽ അത് ഞാനത് റിപ്പീറ്റ് ചെയ്യാം, വേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത കാര്യമാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതായത് ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ, സോ ഇതാണ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് ദി ഇലക്ട്രിക് ചാർജ്, ലെറ്റ് ദിസ് ബി ക്യൂ. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇത് കാരണം ഒരു r ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ആ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് V is equal to Q by 4 pi epsilon 0 R ആണ്. ഓക്കെ ആണല്ലോ, 4 ഉദ്ദേശിച്ചത് നിങ്ങൾ, ഇതാണ് ഉദ്ദേശിച്ചത്, ഈ പോയിന്റ് ആണ്, അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അതായത് ഇതാണ്, ദാറ്റ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ച് എന്താ സാറ് പറഞ്ഞത്, അതായത് ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, അത് നമുക്കറിയാം ഒരു ചാർജ്, ഇപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ കാരണം അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ചാർജിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പുറത്ത് വേറൊരു ചാർജ് ഉള്ളതുകൊണ്ട് ഒന്നെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അതിനെ റിപ്പൽ ചെയ്യാം. അതായത് അവിടെ ഒരു ഇൻട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് ഡ്യൂ ടു എ ചാർജ് അല്ലേ. അപ്പോൾ നമുക്കൊരു പോയിന്റിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ അപ്പുറത്തൊരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിൻ്റെ റിപ്പൽഷൻ നമ്മൾ എതിർക്കേണ്ടി വരും, ഇല്ലെങ്കിൽ സെയിം ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ അട്രാക്ഷൻ നമ്മൾ എതിർക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന വർക്കാണ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഇസ് ദ തിങ്. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു വി പി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 4 pi epsilon 0 ടൈംസ് ആർ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് ചോദിച്ചത്. ഒന്നും പറഞ്ഞിട്ടില്ല, 2 പോയിന്റ് ഉണ്ട് എ ആൻഡ് ബി. എയിലെ പൊട്ടൻഷ്യൽ വി എ, ബിയിലെ പൊട്ടൻഷ്യൽ വി ബി. നമുക്ക് വി എന്നൊരു ചാർജിനെ വി ബിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്കിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സോ നമ്മൾ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ 2 പോയിന്റിൽ നിന്ന് എ എന്ന് ബിയിലേക്ക് ഒരു 1 കൂളംബ് ചാർജിനെ നീക്കാൻ വേണ്ടി നീ ചെയ്യേണ്ട വർക്കിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? 2 ചാർജിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി നീ ചെയ്യേണ്ട വർക്ക്. ഓക്കെ ആണല്ലോ, ഒരു യൂണിറ്റ് ചാർജ്. ഓക്കെ ആണല്ലോ, അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. സോ അത് കഴിഞ്ഞു. ഓക്കെ,
ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ് റിംഗ്. ഓക്കെ ആണല്ലോ. സോ അതിലേക്ക് നമ്മൾ മെല്ലെ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ഇപ്പം ഇന്ന് എനിക്ക് ആക്ച്വലി എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒരുപാട് പേര് ഇൻസ്റ്റയിലാണല്ലോ എന്നെ അധികം ആൾക്കാർ കോൺടാക്റ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇന്നൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞത്, ആകാശേട്ടാ ഇനിയിപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല, ഇനി ആകെ 100 ദിവസമേ ഉള്ളൂ. അല്ല, ഞാൻ റിപ്പീറ്ററാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ റിപ്പീറ്ററാണ്, ഞാൻ കുറച്ച് ഉഴപ്പി, ഇനിയിപ്പോൾ എനിക്ക് കിട്ടില്ല, ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും കാലം ഒരുപാട് എൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ട്, സോ താങ്ക് യു ഫോർ ടേക്കിംഗ് ദിസ് മച്ച് ക്ലാസ്സസ് എന്ന് പറഞ്ഞ് എനിക്കൊരു താങ്ക് യു മെസ്സേജാണ് അയച്ചത്. എനിക്ക് ഇടയ്ക്കൊക്കെ മെസ്സേജ് കിട്ടാറുണ്ട്, കുട്ടികൾ താങ്ക് യു ഒക്കെ പറയും, നല്ല ക്ലാസ് ആയിരുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റൊക്കെ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ മെസ്സേജൊക്കെ അയക്കാറുണ്ട്, താങ്ക് യു ഫോർ ഓൾ യുവർ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ആ ഒരു കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ആ കുട്ടി ഒന്ന് ശ്രമിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ക്വിറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റൽ, ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റൽ ചൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കുറേ മാർക്ക് ബേസിസിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കുട്ടികളെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 120 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതായത് 117 കുട്ടികൾക്കും കേരള ഒരു സർക്കാർ കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ അങ്ങനെയായിട്ട് എൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ റൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അവൻ എപ്പോഴും പഠിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കിടക്കാൻ പോകുമ്പോഴൊക്കെ അവൻ പഠിക്കുന്നുണ്ടാവും. ഞാൻ വരുമ്പോൾ സമയത്തും അവൻ ഇരുന്ന് തന്നെ വായിക്കുകയായിരിക്കും. അപ്പോൾ അവൻ എപ്പോൾ എക്സാം എഴുതിയാലും അവനൊട്ടും മാർക്ക് ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ പറഞ്ഞില്ല, അപ്പോൾ ഞാനൊക്കെ എഴുതുന്ന സമയത്ത് 6000 കുട്ടികളൊക്കെ എക്സാം എഴുതി കഴിഞ്ഞാൽ അവനൊരു 2500 3000 റാങ്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു 150 100 ഒക്കെ റാങ്ക് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അത് 2500 മോശം റാങ്കാണെന്ന് വെച്ചാൽ അതേ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നമുക്കിങ്ങനെ പേടിയായിരുന്നു. 2500 3000 ഒക്കെ അല്ലേ റാങ്ക്. അപ്പം നമ്മളിങ്ങനെ അവനോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അതായത് നീ ഇങ്ങനെ ഞാൻ പലപ്പോഴായിട്ട് നമുക്ക് അന്ന് അത്ര മെച്യൂരിറ്റി ഉള്ളൂ. ഞാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ശരിക്കും ക്വിറ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ടാവില്ല, കാരണം മാർക്ക് ഒട്ടും കിട്ടുന്നില്ല, ഇനിയിപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ട്. കാരണം ഞാനാണ് അവൻ്റെ സിറ്റുവേഷൻ എങ്കിൽ ഡെഫിനറ്റ്ലി ഐ വുഡ് ഹാവ് ക്വിറ്റ്. എനിക്കൊരിക്കലും പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ വീട്ടിലെ അവൻ്റെ അച്ഛൻ ചെറിയ കൂലിപ്പണി പോലെയാണ്, അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോയി, ഇപ്പോൾ ഒരു ജനുവരി മാസമായിട്ടാണ്, ഞാനിപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ജോയിൻ ചെയ്യാനൊരു കോഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് ചെയ്യാനൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും എന്നെ പൈസ കൊടുത്ത് എന്നെ ഇവിടെ വിട്ടു, എന്തായാലും മെയ് വരെ സമയമുണ്ട് അല്ലേ, എന്തായാലും പഠിച്ചു നോക്കാം. അതായത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് അല്ലേ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റനെങ്കിലും പഠിക്കാമല്ലോ, ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ എന്താ കുളംസിലോ എന്ന് നോക്കുമ്പോൾ പറയാൻ തുടങ്ങിയപ്പോൾ ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് പോയി. എനിക്കറിയായിരുന്നു അവൻ അത്യാവശ്യം നല്ല വിഷമമായിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇവന് എങ്ങനെയാണ് ഇത് പറ്റിയെന്നുള്ളത്. അപ്പോൾ ഇവൻ എപ്പോഴും എക്സാം എഴുതുകയാണ്, മാർക്ക് കുറയാണ്, ബട്ട് ദ തിങ് ഹി നെവർ ഗിവ് അപ്പ്. അവൻ ഒരിക്കലും, ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കോ പോകുമ്പോൾ അവൻ വീട്ടിൽ പോലും പോകാറുണ്ടായിരുന്നില്ല. മേ ബി അവൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല, ബട്ട് ഹി നെവർ വെൻറ്റ് ടു ഹോം. അവൻ എപ്പോഴും പഠിക്കുകയായിരുന്നു. അങ്ങനെയായി അവസാനം നമ്മുടെ നീറ്റ് അടുക്കാറായി. നമ്മൾ ഒരു എക്സാം, അതായത് മെയ് 5 എക്സാം ആയിരുന്നു. ഓക്കെ ആണല്ലോ. സോ അങ്ങനെ ആയിരുന്ന സമയത്ത് ഒരു മെയ് 2 തീയതിയാണ് നമ്മുടെ ഫൈനൽ എക്സാം നടക്കും. അപ്പോൾ നമ്മൾ പോയി നോക്കിയ സമയത്ത് അപ്പോഴും അവൻ്റെ റാങ്ക് എത്രയെന്ന് വെച്ച സമയത്ത് റാങ്ക് വാസ് ഒരു 1800 2000 റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കൊരു 50 ആ റേഞ്ചിൽ. വി വർ ലൈക്ക് സോ കോൺഫിഡൻറ്റ് ഫോർ ദി എക്സാം. അങ്ങനെ എല്ലാം കഴിഞ്ഞു, എക്സാമൊക്കെ കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഉറങ്ങിപ്പോയി, രാത്രി ഉറക്കം ശരിയാവാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഫോൺ എടുത്ത സമയത്ത് 2 മിസ് കോൾ കിടക്കുന്നുണ്ട്. അത് ഇവൻ്റെ മിസ് കോളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് ഹി വുഡ് ഹാവ് ബീൻ ഇൻ എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ ഭയങ്കര ആദ്യമായിട്ട് അത്ര സന്തോഷത്തോടെ അവൻ്റെ വോയിസ് നിൽക്കുന്നത്. അവൻ പറഞ്ഞു, എടാ ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും നല്ല പേപ്പർ ഇന്ന് എഴുതിയ നീറ്റായിരുന്നു എന്ന് അവൻ പറഞ്ഞു. ലൈക്ക് ഞാനൊക്കെ അത്രയും സന്തോഷിച്ചു. എൻ്റെ എക്സാം അടിപൊളിയായിരുന്നു, അതിൽ ഓൾറെഡി നല്ല സന്തോഷമുണ്ട്. ഐ വാസ് ലൈക്ക് മോർ ഹാപ്പി ഫോർ ഹിം. കാരണം എന്താ വെച്ചാൽ അവൻ ഒരിക്കലും അവൻ്റെ റിപ്പീറ്റിൽ ഒരു പോയിന്റിൽ പോലും ആ ഒരു സന്തോഷം എന്താണെന്ന് അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്ന സമയത്ത് ഓരോ റാങ്ക് കിട്ടുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഹോപ്പ് ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കിട്ടും, ഉള്ളിൽ എവിടെയോ നല്ല പേടിയുണ്ട്. ഞാൻ ഡെഫിനറ്റ്ലി ആക്സെപ്റ്റ്, എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. ഇവന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബട്ട് അങ്ങനെ അത് കഴിഞ്ഞു ആൻഡ് റിസൾട്ട് കെയിം. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം
അവന് അണ്ടർ 1000 റാങ്ക് വന്നു ആൻഡ് അവൻ്റെ കേരള റാങ്ക് വാസ് 600. ഓക്കെ, അപ്പോൾ അവനെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. കാരണം എന്താ വെച്ചാൽ അവൻ ആദ്യമായിട്ടാണ് അങ്ങനെ റാങ്ക് വരുന്നത് ആൻഡ് ഹീ ഗെറ്റ് ഇൻ ടു ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവനിപ്പോൾ അവിടെ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, യു മൈറ്റ് ബി ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. പല സിറ്റുവേഷനുള്ള ആൾക്കാരുണ്ടാവും. ഒരു തവണ പോലും ഇതുവരെ 400 ക്രോസ് ചെയ്യാത്ത ആൾക്കാർ, ഒരു തവണ പോലും 300 ക്രോസ് ചെയ്യാത്ത ആൾക്കാർ, ഒരു തവണ പോലും 500 ക്രോസ് ചെയ്യാത്ത ആൾക്കാർ. അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ മിറർ ആൻഡ് ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്, ഇന്ന് ആസ് എ പേഴ്സൺ, ഇപ്പം ഞാൻ ആകാശാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കിന്ന് ചെയ്യാൻ പറ്റിയ, എനിക്കിന്ന് 24 മണിക്കൂർ ഉണ്ടായിരുന്നു. അതിലെൻ്റെ ഉറക്കമൊക്കെ മാറ്റി വെച്ച് എനിക്കൊരു 18 മണിക്കൂർ സമയമാണ് ഉണ്ടായിരുന്നത്. ഈ 18 മണിക്കൂർ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് പഠിക്കാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ടോ? ദെൻ ഐ ആം ഡൺ ഫോർ ദി ഡേ. അല്ലാണ്ട് എനിക്കൊരിക്കലും ഇപ്പോൾ ഫസ്റ്റ് കിട്ടുന്നൊരു കുട്ടീനെ പോലെ ആണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ ഒരു ഐക്യു മാച്ച് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി അത്രയും ഉണ്ടാവില്ല. ശരിയല്ലേ? ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ. അതിനർത്ഥം എന്താ, നല്ല ബുദ്ധിയുള്ളവർക്കും നല്ല ഓർമ്മശക്തിയുള്ളവർക്കും മാത്രമേ നീറ്റ് കിട്ടുള്ളൂ എന്നോ അല്ല. നമ്മൾ വാട്ട് എവർ വി സേ, നമ്മളെപ്പോഴും പറയാം അവസാനം ദർ ഇസ് ഇപ്പം ഞാനൊരിക്കലും ഇന്ന ഗോഡ് അല്ലെങ്കിൽ വിഷ്ണു ആണ് അല്ലെങ്കിൽ നബിയാണ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല. ബട്ട് ദർ ഇസ് സം പവർ. അതായത് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു സാധനം കിട്ടണം എന്ന് നമ്മൾ അത്രയും വിചാരിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ ഐ ഓൾവേസ് ബിലീവ് ദർ ഇസ് എ പവർ ദാറ്റ് ഹെൽപ്സ് ദം. നമ്മൾ അത്രയും നമുക്ക് പറ്റുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുകയാണ് കാരണം നമുക്ക് അത് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ ആസ് എ പേഴ്സൺ ആ ഒരു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയതെല്ലാം ചെയ്യുമെങ്കിൽ നമുക്കത് കിട്ടും. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ്, ബട്ട് നമ്മൾ ചില ആൾക്കാർ പറയും ലെക്ക് ഫേവർ ചെയ്തു, അല്ലെങ്കിൽ ചിലർ പറയും കറക്കി കുത്തി. പക്ഷെ അതൊന്നുമല്ല. നിങ്ങൾ അയാളൊന്ന് കറക്റ്റ് അസസ് ചെയ്യുകയാണെങ്കിൽ അത് ലെക്ക് ഫേവേർഡോ അല്ലെങ്കിൽ അത് കറക്കി കുത്തിയൊന്നും ആയിരിക്കില്ല. ദാറ്റ് മൈറ്റ് ബി ദാറ്റ് ഗായ്സ് പ്യുവർ ഹാർഡ് വർക്ക്, ദ ഷിറ്റി ഹാർഡ് വർക്ക് യു ഹാവ് ഡൺ ഫോർ ദ പാസ്റ്റ് 1 year. ഓക്കെ ആണല്ലോ? സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അറ്റ് എനി പോയിന്റ് യു ഫീൽ ലൈക്ക് ക്വിറ്റിംഗ്, യു ജസ്റ്റ് തിങ്ക് വൈ യു ഹാവ് സ്റ്റാർട്ടഡ്. നിങ്ങളിവിടെ വന്നത് ഡോക്ടർ ആവാനാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഡെഡിക്കേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റും നിങ്ങളത് കൊടുക്കുക. ബാക്കി ഇറ്റ് വിൽ കം ഇൻ ടു പ്ലേസ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, നമ്മളൊക്കെ കോളേജിലൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ഡെഫിനറ്റ്ലി ഭയങ്കര ഐക്യമുള്ള, വായിക്കുമ്പോഴേക്കും മനസ്സിൽ കിട്ടുന്ന ഫോട്ടോഗ്രാഫിക് മെമ്മറിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഏതൊരു മെഡിക്കൽ കോളേജിൽ നോക്കിക്കോ, അവിടുത്തെ 85 അല്ലെങ്കിൽ ഒരു 90% സ്റ്റുഡൻസും ഒരു ആവറേജ് ഐക്യമുള്ള കുട്ടികളായിരിക്കും. പക്ഷേ ഇവർക്ക് കിട്ടാൻ കാരണം എന്താ? ഇറ്റ് ഈസ് ദെയർ പ്യുവർ ഹാർഡ് വർക്ക്. മനസ്സിലായോടാ? നമ്മൾ നേടണം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ, അതിനുവേണ്ടി 1 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? അതെനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടൊരു എൻട്രൻസ് പോലൊരു ക്ലാസ് എടുക്കുന്നത് എൻ്റെ റിപ്പീറ്റ് കഴിഞ്ഞിട്ട്, അതായത് മെയ്യിൽ കഴിഞ്ഞ് ഞാൻ ജൂലൈയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊരു റിപ്പീറ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് വലിയ ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അന്ന് ഞാൻ കയറിയത് ബേസിക്സ് ഓഫ് ഫിസിക്സ് പഠിപ്പിക്കാനാണ്. അതായത് അന്ന് കുട്ടികൾക്ക് കുറച്ച് സൈനും കോസൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഈ ചാപ്റ്റർ ഒന്നും കയറണ്ട, അത് പഠിപ്പിക്കാനുള്ള അന്ന് എനിക്ക് കോൺഫിഡൻസും ഇല്ല, എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല. അപ്പം അന്ന് ഞാൻ ഈ സൈൻ തീറ്റ കോസ് തീറ്റയൊക്കെ പഠിപ്പിക്കാനാണ് കയറുന്നത്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ക്ലാസ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ ബാക്ക് ഇൻ ടൈം ഒരു 2018 ജൂണിലാണ്, അല്ല ഓഗസ്റ്റിലാണ്. ഇപ്പോൾ 2023 ആയില്ല, അറൗണ്ട് 5 years ആയി I have been continuously teaching. Frankly speaking, ഒരു വർഷം അറ്റ്ലീസ്റ്റ് ഒരു 3 കുട്ടികളെങ്കിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കൊടുത്ത് അതിനുള്ള റിസൾട്ട് നേടിയെടുത്തവർ. ഓക്കെ ആണല്ലോ? സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, മക്കളെ, ഇറ്റ്സ് നെവർ ലേറ്റ്. ഇപ്പോഴും സമയം വൈകിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി 100 ദിവസമുണ്ട്. ഈ 100 ദിവസം എന്തായാലും കിടന്നു പോകും. അതിൽ സംശയമൊന്നുമില്ലല്ലോ, അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾ ഉറങ്ങിയാലോ, നിങ്ങൾ പഠിച്ചാലോ, നിങ്ങൾ കളിച്ചാലോ ഈ 100 ദിവസം കിടന്നു പോകും. പക്ഷേ വാട്ട് ഇഫ് ഈ ഒരു 100 ദിവസം നിങ്ങളൊന്ന് ഇരുന്ന് പഠിച്ച്, യു ജസ്റ്റ് കീപ് യുവർ ഇൻസ്റ്റാഗ്രാം അപ്പാർട്ട്, യു കീപ് യുവർ ഫേസ്ബുക്ക് അപ്പാർട്ട്, യു കീപ് യുവർ ഫ്രണ്ട്സ് അപ്പാർട്ട്. ഫ്രണ്ട്സ് അവിടെ ഉണ്ടാവും, ഫ്രണ്ട്സ് എവിടെയും പോവില്ല. നിങ്ങൾ എല്ലാ ദിവസവും ഓരോ വീഡിയോ കോൾ ചെയ്യണം, എല്ലാ ദിവസവും സംസാരിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ടെൽ ദം, എനിക്കൊരു എക്സാം വരികയാണ് ആൻഡ് ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ മൈ ലൈഫ്. എനിക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഐ നീഡ് ടു പ്രൂവ് മൈ സെൽഫ്. ഈ ഒരു എക്സാമിലൂടെ എനിക്ക് നേടാൻ പറ്റുന്ന എല്ലാം ഞാൻ നേടണം എന്ന് വിചാരിച്ച് യു ജസ്റ്റ് കീപ് യു ഓൾ യുവർ ബിസിനസ് അപ്പാർട്ട് ആൻഡ് ഗിവ് യുവർ 100% വർക്ക്.
ട്രസ്റ്റ് മീ, യു വിൽ നെവർ റിഗ്രറ്റ് ഫോർ ഇറ്റ്. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. സോ മെയിൻ തിങ് ജസ്റ്റ് മനസ്സിൽ ഉറപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ ആൾക്കാരും പറയും, ഇപ്പം ഞാൻ എല്ലാവരോടും പലരുടെ കാര്യം നമ്മൾ വീട്ടിൽ പറയും, അച്ഛനമ്മയും തർക്കിക്കുമ്പോൾ പറയും, ഞാൻ വലിയ കുട്ടിയായി, എന്നെ ആരും ചീത്ത പറയണ്ട, എനിക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എൻ്റെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കുക എനിക്കറിയാം. കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ പാരൻസിനോട് അങ്ങനെ ചൂടാവുന്നതും പറയുന്നൊക്കെ. മക്കളെ, നിങ്ങൾ അങ്ങനെ പറയും, നിങ്ങൾ ആദ്യം എനിക്ക് എന്ത് ചെയ്യാമെന്നറിയാം, അല്ലെങ്കിൽ എനിക്ക് എന്തായി തീരണം എന്ന് എനിക്കറിയാമെങ്കിൽ ഷോദം. നമ്മൾ ഒരു സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറയില്ലേ, അതായത് നാട്ടുകാരെല്ലാവരും പറയും അവനെ കൊണ്ടൊന്നും കിട്ടൂല, അവൻ വെറും കിഴങ്ങനാണ്, അല്ലെങ്കിൽ അവനെ കൊണ്ട് പഠിച്ച് കിട്ടൂല, അങ്ങനെയൊക്കെ പറയുന്ന നാട്ടുകാരെ മുന്നിൽ സ്റ്റെത്തിട്ട് നടക്കണം. മനസ്സിലായോ? അങ്ങനെ തന്നെ നടക്കണം. ഇപ്പം എന്നോട് അധികം എനിക്ക് അങ്ങനത്തെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ബട്ട് 1-2 ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ നീ പോയിട്ട് കാര്യമുണ്ടോ, കിട്ടുമോ എന്നുള്ളതൊക്കെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ പറയും, നമ്മൾ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് നീ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ അവർ അടുത്ത ചോദ്യം മാറ്റും, നീ എങ്ങനെയാണത് ചെയ്തത്, മനസ്സിലായോ? വൈ ഡിഡ് യു ഡു ഇറ്റ് എന്ന് മാറിയിട്ട് ഹൗ ഡിഡ് യു ഡു ഇറ്റ് എന്ന് ചോദിക്കും. മനസ്സിലായോ? സോ ആ ഒരു ക്വസ്റ്റ്യൻ ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങളുടെ ദൂരം കേവലം 100 ദിവസം മാത്രമാണ്. എനിവേ ജസ്റ്റ് ഗിവ് യുവർ ബെസ്റ്റ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വെക്കുക. ഔട്ട്കം എന്താണെങ്കിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ബട്ട് നീ ഇത്രയും വർക്ക് ചെയ്യുകയാണെങ്കിൽ, if you are giving the best every single fucking day, just trust me, you will be definitely getting a output from it. Okay ആണല്ലോ? So just take it and just start working. ഇനി അല്ലാണ്ട് ഇതിപ്പോൾ പിന്നെ ഒരു കാര്യം ചോദിക്കും, അത് എനിക്ക് ഇപ്പം തന്നെ പറയാണ്ട്, ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കും, സാർ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തരുമോ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര ലോ ആയിട്ട് തോന്നുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരോടുള്ള എൻ്റെ മറുപടി ഇതാണ്, സി മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ഇറ്റ് ഓൺലി ഹെൽപ്സ് യു ടു സ്റ്റാർട്ട് എ തിങ്. നിങ്ങൾക്ക് ഒരിക്കലും അത് ഒന്ന് തുടങ്ങാൻ മാത്രമേ മോട്ടിവേഷനെ കൊണ്ട് പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ പല ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, ഒരാളുണ്ടാവും, അയാൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നുണ്ടാവും, അയാൾ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ടാവും, ഹി വർക്ക്സ് ഔട്ട് ഡെയിലി, ഹി ഈറ്റ്സ് ഹെൽത്തി, ഹി ജസ്റ്റ് സ്റ്റഡീസ് ഡെയിലി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് നോട്ട് മോട്ടിവേഷൻ. കാരണം മോട്ടിവേഷൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് സം അതർ തിങ് വിച്ച് ഇസ് കോൾഡ് എസ് കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ മക്കളെ, യു ഗൈസ് ആർ സേവ്ഡ്. കാരണം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഒരിക്കലും നിങ്ങളുടെ ബേസിൽ നിന്ന് എടുത്തു കളയാൻ പറ്റില്ല. ഇഫ് യു ആർ കൺസിസ്റ്റൻറ്റ് ഇനഫ്, യു വിൽ ഡു ഇറ്റ് ഡെയിലി ഇറസ്പെക്റ്റീവ് ഓഫ് ദ തിങ്. മനസ്സിലായോ? ഒരു ദിവസം രാവിലെ നടക്കാൻ പോകുന്ന ഒരാൾ അയാൾ ദിവസം എല്ലാ ദിവസവും നടക്കാൻ പോകും. ദാറ്റ് ഈസ് ബിക്കോസ് ഹി ഈസ് കൺസിസ്റ്റൻറ്റ്. So never say I have motivation, say that I am consistent. Believe this is the right path. കാരണം you are coming to become a doctor. A doctor basically means he is a teacher for life. He is a student for life. He have to teach daily, he have to learn daily. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വരുമ്പോൾ you have to study daily and you have to learn daily. മനസ്സിലായോ? So we are welcoming to that particular family. ഓക്കെ ആണല്ലോ? സോ ഇനി എന്നോട് ഒരിക്കലും ഒരാൾ പോലും മോട്ടിവേഷൻ വേണമെന്ന് പറയരുത്. റാദർ യു ഷുഡ് സേ ഐ ആം കീപ്പിംഗ് ഓൺ സ്റ്റഡിങ് ആൻഡ് ദിസ് ഇസ് മൈ ന്യൂ ലൈഫ് സ്റ്റൈൽ. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക ആൻഡ് ടു ബി സക്സസ്ഫുൾ ഇൻ മൈ ലൈഫ് ഇസ് മൈ മോട്ടിവേഷൻ. അത് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? സോ കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു ആൻഡ് ഐ തിങ്ക് ഐ സെഡ് ഇറ്റ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേര് താങ്ക് യു പറയുന്നുണ്ട്. സോ താങ്ക് യു. എനിവേള നിങ്ങൾക്ക് കാര്യങ്ങൾ ഇത് പറയണമെന്ന് ഞാൻ കുറേ വിചാരിക്കുന്നു ആൻഡ് ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ലെറ്റ്സ് കം ബാക്ക് ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാം. ഇനിയിപ്പോൾ ഞാൻ സബ്ജക്റ്റ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ബാക്കിയുള്ളതിന് 30-40 ആൾ പോകും. മെയിൻ കാര്യം ഇതാണ്, എന്താടാ, യു ഹാവ് ടു ലേൺ ടു. അല്ലാണ്ട് കുറേ പേര് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി വന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ട് പോകും. അങ്ങനെയല്ല, യു ഹാവ് ടു സ്റ്റഡി. നമ്മളിവിടെ വന്ന് പറയുമ്പോൾ യു ഹാവ് ടു ബി ഹിയർ. ഓക്കെ, സോ വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ് റിംഗ്? അപ്പോൾ ഇതാണ് ഒരു ചാർജ് റിംഗ്. അതിൽ ഒരു പോയിന്റ് പി ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു പി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസിനെ ഞാൻ വിളിക്കുന്നത് എക്സ് എന്നാണ്. ഓക്കെ ആണല്ലോ? ആൻഡ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇ? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഇ? ദാറ്റ് ഈസ് ഇ കേട്ടോ. ദിസ് ഇസ് നോട്ട് വി. ആൻഡ് വി ഈസ് ഈക്വൽ ടു ഇത് വേണ്ട, ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ഫോർമുല തരാം. വി ഈസ് ഈക്വൽ ടു
Q by 4 pi epsilon 0 a square plus x square whole raised to 1 by 2. Okay ആണല്ലോ. So V is equal to Q by 4 by epsilon, Q by 4 epsilon 0 a square plus x square whole raised to 1 by 2. Okay ആണല്ലോ. Fine. So ഇതാണ് കാര്യം. Okay ആണല്ലോ. So this is due to electric potential due to a charged ring. Okay ആണല്ലോ. Fine. അടുത്ത കാര്യമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഡിസ്ക്. ഇത് കീമൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നീറ്റ് പിള്ളേർ മൂടുണ്ടെങ്കിൽ എഴുതിയെടുത്തോ, നിങ്ങൾക്ക് ചോദിക്കുമെന്നൊക്കെ സംശയമാണ്, ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. സോ ദാറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് ഡിസ്ക് V is equal to sigma by 2 epsilon 0 1 minus x by x square plus r square whole raised to 1 by 2. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഒരു ഡിസ്കിൻ്റെ. ഓക്കെ ആണല്ലോ. ഫൈൻ. പാർവതി പാവം സാർ, നമുക്ക് മോട്ടിവേഷൻ തന്ന് വെള്ളം കുടിച്ചു. അങ്ങനെയൊന്നും അല്ലടാ, ഞാൻ പൊതുവെ എനിക്ക് ഡെയിലി ഒരു വെള്ളം കുടിക്കണം. ഞാൻ അങ്ങനെ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാനാവും. എന്തായാലും ആ ഒരു കമ്പാരിസൺ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഓക്കെ ആണല്ലോ. ഫൈൻ, ഗ്രേറ്റ്. സോ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 1 മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 1 by 2. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി അടുത്ത കാര്യമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ കണ്ടക്ടിങ് സ്ഫിയർ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. ഓക്കെ. സോ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഞാൻ ഇതൊന്ന് എളുപ്പമാക്കി തരാം. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് ഇസ് എ സ്ഫിയർ അല്ലേ, ഇതാണ് സ്ഫിയർ. അതിൻ്റെ റേഡിയസ് r ആണെന്ന് വിചാരിക്കുക. ഞാൻ ആദ്യം എടുക്കുന്നൊരു പോയിന്റ് P ആണ്, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദി ഷെൽ. ഓക്കെ ഫൈൻ. അപ്പോൾ ഔട്ട്സൈഡ് ആണെങ്കിൽ ഇതിൻ്റെ V is equal to Q by 4 pi epsilon 0 r. This is outside the sphere. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് ഔട്ട്സൈഡ് ദി സ്ഫിയർ. അപ്പോൾ ഔട്ട്സൈഡ് ആണെങ്കിൽ എത്രയാണ്? Q by 4 pi epsilon 0 r. അടുത്തത് ഓൺ ദി സർഫേസ്. ഓക്കെ ആണല്ലോ. ഓൺ ദി സർഫേസ്. അടുത്തത് സർഫേസിലാണെന്ന് വിചാരിക്കുക. സർഫേസിലാണെങ്കിൽ എന്ത് പറ്റും? V is equal to Q by 4 pi epsilon 0 capital letter R. Q by 4 pi epsilon 0 capital letter R. അതാണ് എന്ത് നമ്മുടെ ഓൺ ദി സർഫേസ് ആണെങ്കിൽ സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ദി സർഫേസ്? പറഞ്ഞേടാ, സർഫസിന് ഉള്ളിലാണെങ്കിലോ, അതായത് ഇവിടെയാണ് പോയിന്റ് വെച്ചാലോ, ഇൻസൈഡ് ദി സർഫേസ് ആണെങ്കിലോ V is equal to Q by 4 pi epsilon 0 r. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറയാം. ഇതൊരു പെർഫെക്റ്റ് കണ്ടക്ടിങ് ഷെല്ലാണെങ്കിൽ ഇതിൻ്റെ ചാർജ് ഫുൾ ഉണ്ടാവുക പുറത്താണ് അല്ലേ. അതായത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഉള്ളിലേക്ക് ചാർജ് ഇല്ലല്ലോ, അപ്പോൾ ഉള്ളിലേക്ക് എന്താണ് ഒരു ചാർജിനെ കൊണ്ടുവരാൻ വർക്ക് ചെയ്യണ്ടല്ലോ. ശരിയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചാർജിനെ ഇതിൻ്റെ സർഫസ് വരെ കൊണ്ടുവരാൻ വർക്ക് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വർക്ക് വേണ്ടാന്നേ ഉള്ളൂ. അപ്പോൾ സർഫസ് വരെ കൊണ്ടുപോകാൻ വർക്ക് ചെയ്യണമല്ലോ. അതാണ് Q by 4 pi epsilon 0 capital letter R. അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യേണ്ട? നീ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ. സോ ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. ഓക്കെ ആണല്ലോ. സോ Q by 4 pi epsilon 0 r. ഓക്കെ ഫൈൻ. അടുത്തതാണ് എഗെയിൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സോളിഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ. ഓക്കെ ആണല്ലോ. അടുത്ത് പഠിക്കാൻ പോകുന്നത് ഒരു നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ ശ്രദ്ധിക്കുക. ഒരു നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? സോ ഫസ്റ്റ് ഔട്ട്സൈഡ് ദി സ്ഫിയർ. ഔട്ട്സൈഡ് ദി സ്ഫിയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുറത്തത്തെ അതേപോലെ തന്നെയാണ് V is equal to Q by 4 pi epsilon 0 small letter r. അതാണ് ഔട്ട്സൈഡ് ആണെങ്കിൽ. ഇനി അത് സർഫസിലാണെന്ന് വിചാരിക്കുക. ഓൺ ദി സർഫസിലാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് എഗെയിൻ മറ്റേ പോലെ തന്നെ V is equal to Q by 4 pi epsilon 0 capital letter r. ഓക്കെ ആണല്ലോ. ഇത് നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണ് മക്കളെ. നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണ്. നോൺ കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ആണെന്ന് വിചാരിക്കാം. ഇൻസൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ, ദിസ് ഈസ് ദ റേഡിയസ്. നിങ്ങൾ എടുത്തിരിക്കുന്ന പോയിന്റ് A ആണ്. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R. ഓക്കെ ആണല്ലോ. സ്മോൾ ലെറ്റർ ആറിൽ ഇങ്ങനെയാണ് ആ പോയിന്റ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ V is equal to KQ by 2r cube into 3r square minus r square. ഓക്കെ ആണല്ലോ. അതായിരിക്കും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. V is equal to KQ by 2r cube into 3r square minus r square. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദി ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ദി ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു നോർമൽ, അതായത് ഒരു നോൺ കണ്ടക്ടിങ് സ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു നോൺ കണ്ടക്ടിങ് സ്ഫിയറിനെ സംബന്ധിച്ച്
അതിൻ്റെ ഗ്രാഫാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ശ്രദ്ധിച്ചത്? ആ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചേ. വി ഇസ് ഈക്വൽ ടു ആദ്യം 6 വരെ കോൺസ്റ്റൻ്റ് ആണ്, അവിടുന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇവിടെ വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ വേരിയേഷൻ ഓഫ് വാട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് എ നോൺ കണ്ടക്ടിങ് സ്ഫിയർ. ഓക്കെ ആണല്ലോ. ഇൻ കേസ് ഓഫ് എ നോൺ കണ്ടക്ടിങ് സ്ഫിയർ. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചുകൂടെ പറയാം. ദെൻ വിൽ മൂവ് ഇൻ ടു ദിസ്. അതിലേക്ക് കൂടെ പറയാം. ഇനി നിങ്ങൾ അടുത്തൊരു ചെറിയ ഹെഡിങ് കൊടുക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സ്പെഷ്യൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ ആണല്ലോ. കുറച്ച് സ്പെഷ്യൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൂടെ പഠിക്കാം. ഓക്കെ, അതിൽ ആദ്യം പഠിക്കാനുള്ളത് പോയിന്റ് ചാർജ് ആണ്. പോയിന്റ് ചാർജ് അത് എത്രയാണ് വരിക? വി ഈസ് ഈക്വൽ ടു കെ ക്യൂ ബൈ ആർ. ഓക്കെ ആണല്ലോ. ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ അതിൽ വരുന്ന ടോട്ടൽ എന്ന് പറയുന്നത് കെ ക്യൂ ബൈ ആർ ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തത് ഒരു ചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫിയർ. ഒരു ചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പുറത്താണെങ്കിൽ കെ ക്യൂ ബൈ ആർ, ഇവിടെയാണെങ്കിൽ കെ ക്യൂ ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ, ഉള്ളിലാണെങ്കിലും എത്രയാ? കെ ക്യൂ ബൈ ക്യാപിറ്റൽ ലെറ്റർ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് സം ചെയ്തേ ഉള്ളൂ. ഇനി അടുത്തതാണ് സെഗ്മെൻറ്റ് ഓഫ് എ റിംഗ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് എ സെഗ്മെൻറ്റ് ഓഫ് എ റിംഗ്. ഓക്കെ, സോ ഈ ഒരു കാര്യം ഇസ് കോൾഡ് സെഗ്മെൻറ്റ് ഓഫ് എ റിംഗ് കേട്ടോ. ശ്രദ്ധിക്കാം, ദിസ് ഇസ് സെഗ്മെൻറ്റ് ഓഫ് എ റിംഗ്. ഓക്കെ ആണല്ലോ. സെഗ്മെൻറ്റ് ഓഫ് എ റിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, വി ഇസ് ഈക്വൽ ടു V0 ഇസ് ഈക്വൽ ടു കെ ലാംഡ ടൈംസ് ആൽഫ. ഓക്കെ ആണല്ലോ. കെ ഇസ് ഈക്വൽ ടു 1/4πε0. ലാംഡ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ആണ് കേട്ടോ. ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ടോട്ടൽ ലെങ്ത്, അത് അവർ തരും ലാംഡ എത്രയാണ്. പിന്നെ ആൽഫ എന്ന് പറഞ്ഞാൽ അത് ആംഗിൾ കേട്ടോ. ഈ ഒരു എൻറ്റയർ ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, സോ സാർ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കോംബി സെക്ഷൻ ഉണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി ദ എൻറ്റയർ 98 ചാപ്റ്റേഴ്സ് വിൽ ബി കവേർഡ് വിയ കോംബി കേട്ടോ. അത് ഞങ്ങൾ ഉറപ്പ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു സെമി സർക്കുലർ റിംഗ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു സെമി സർക്കുലർ റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പകുതി ഭാഗം പ്ലസും അതിൽ ഫുൾ പ്ലസ് ആണ്. പക്ഷേ ശ്രദ്ധിച്ചേ, ഇവിടെ പകുതി ഭാഗം പ്ലസും പകുതി ഭാഗം നെഗറ്റീവാണ്. ശ്രദ്ധിച്ചോ, പകുതി ഭാഗം പ്ലസും പകുതി ഭാഗം നെഗറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ V0 ഇസ് ഈക്വൽ ടു കെ ക്യൂ ബൈ എ. ഓക്കെ ആണല്ലോ. V0 ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി പ്ലസും പകുതി മൈനസും ആണെങ്കിൽ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഹിയർ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് 0. ഹിയർ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് 0. അതായത് ഇവിടെ പോസിറ്റീവ് ചാർജിന് നെഗറ്റീവ് ചാർജുമായിട്ട് എന്ത് ചെയ്യും? അത് എൻറ്റയർ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് ഹിയർ ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് 0. ഓക്കെ ആണല്ലോ. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ റിംഗ് ആണ്. കണ്ടല്ലോ, ഒരു സെമി സർക്കുലർ റിംഗ് ആണ്. ആ റിംഗ് ശ്രദ്ധിച്ചേ, മൊത്തം പോസിറ്റീവ് ആണ് കേട്ടോ. മൊത്തം പോസിറ്റീവ് ആണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ? V0 ഈക്വൽ ടു കെ ക്യൂ ബൈ എ. V0 ഇസ് ഈക്വൽ ടു കെ ക്യൂ ബൈ എ. ഓക്കെ ആണല്ലോ. സോ അതാണ് പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ അടുത്ത കേസ് എടുക്കാം. അടുത്ത കേസിൽ എന്താണ്? എഗെയിൻ ഇതൊരു സെമി സർക്കുലർ ആണ്, പക്ഷേ പകുതി പോസിറ്റീവും പകുതി നെഗറ്റീവുമാണ്. ഓക്കെ ആണല്ലോ. പകുതി പോസിറ്റീവും പകുതി നെഗറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ V0 ഈക്വൽ ടു ഇറ്റ് ഈസ് എഗെയിൻ 0. അപ്പോൾ ഇവിടെ എന്താണ്? V0 എത്രടാ? V0 ഈസ് എഗെയിൻ 0. ഓക്കെ ആണല്ലോ. V0 ഈക്വൽ ടു 0. ഓക്കെ. ഷഹാന സാർ ഡോപ്പ റെഡ് കാർപ്പറ്റിൽ വെച്ച് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ബട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല ഷഹാന, നമുക്ക് ഇനിയും ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി അടുത്തൊരു റെഡ് കാർപ്പറ്റ് എന്തായാലും ഐ വിൽ ബി കമ്മിങ്. പിന്നെ അതുപോലെ തന്നെ എപ്പോൾ കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ടു കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അവിടുത്തെ ഡോപ്പ ഓഫീസിലൊന്ന് വരിക. ജസ്റ്റ് സെറ്റ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ നിങ്ങൾ ഈ സ്ക്രീനിലൂടെ കാണുന്ന ആരെയും നിങ്ങൾക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സീറ്റൊക്കെ കിട്ടി ഞങ്ങൾക്കൊരു ലഡ്ഡു കൊണ്ടുവന്ന് തരണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡോപ്പയുടെ ഓഫീസിലേക്ക് വരാം. ജസ്റ്റ് പറയാം ആകാശ് ഒന്ന് കാണണമെന്നാണെങ്കിൽ വിളിച്ചാൽ ഐ ബി ഹിയർ. ഞാനിവിടെ എപ്പോഴും മിക്കവാറും ഇതിലടുത്ത് ഈ കോളേജ് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഐ ബി സോ ഹാപ്പി ടു കം ആൻഡ് മീറ്റ് യു കേട്ടോ. ആര് വരികയാണെങ്കിലും ജസ്റ്റ് മേക്ക് എ കോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിടുക വരുന്നുണ്ട് ആൻഡ് സാർ ഫ്രീ ആയിരിക്കും വെച്ചെങ്കിൽ ഡെഫിനറ്റ് ഫ്രീ ആയിരിക്കും എന്നുള്ള ആൾ ഡെഫിനറ്റ്ലി കം. അത്രയും ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാവില്ല. അല്ലാത്ത എന്ത് കേസാണെങ്കിലും വിൽ ഡെഫിനറ്റ്ലി മീറ്റ്. അതൊന്നും ഷഹാന വെച്ച് പേടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ മെയിൻ കാര്യം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം അല്ലേ, എല്ലാവരും എന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സോ യു ഗൈസ് വിൽ ബി നോയിങ്. പക്ഷേ ഞാനിപ്പോൾ എന്താ പറയുക, നിങ്ങളെ ഒരു
ഞാൻ നിങ്ങളെ കാണുകയാണെങ്കിൽ മേ ബി ഐ നോട്ട് ബി അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ, നിങ്ങളുടെ പേരറിയാം. ഇപ്പോൾ നിങ്ങളൊന്ന് പേര് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു റീകളക്ട്. കാരണം നിങ്ങളൊന്ന് രൂപമൊന്നും എനിക്കറിയില്ല. സോ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും മോളിൽ വെച്ചോ പുറത്ത് വെച്ചിട്ടോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാൻ ജസ്റ്റ് കം ആൻഡ് ജസ്റ്റ് സേ ഹായ്, ഇറ്റ് വിൽ ബി സോ നൈസ് ടു മീറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ വരിക, നിങ്ങൾ സംസാരിക്കുക, ഓക്കെ ആണല്ലോ. അപ്പോൾ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല, അല്ലാണ്ട് ജാടയായിട്ടൊന്നുമല്ല, നിങ്ങളെ കണ്ട എനിക്ക് മനസ്സിലാവുന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ. ഓക്കെ, സോ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സെഗ്മെൻറ്റ് ഓഫ് റിംഗ് കൂടെ കഴിഞ്ഞു. ഓക്കെ, ഇനി വി ആർ മൂവിങ് ഇൻ ടു അനദർ ഇമ്പോർട്ടൻസ് ഓഫ് ടോപ്പിക് വിച്ച് ഇസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. ഓക്കെ ആണോ? വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്? ഞാൻ പറഞ്ഞു, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ആണ്, ഒരു പ്ലെയിൻ ആണ്. ആ പ്ലെയിനിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ആ പ്ലെയിനിൽ ഏതൊരു പോയിന്റ് നീ എടുത്താലും അവിടെ മൊത്തം പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കും. അതായത് എ പ്ലെയിൻ ഇൻ വിച്ച് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ഇൻ ഓൾ പോയിന്റ്സ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ ഈസ് കോൾഡ് ആസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ശ്രദ്ധിക്കാം, ഇപ്പോൾ ദിസ് ഇസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. അങ്ങനെയാണെങ്കിൽ എ സി ബി എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? വി എ സി ഈക്വൽ ടു വി ബി ഈക്വൽ ടു വി സി ഈക്വൽ ടു വി ഡി. പറഞ്ഞു വന്നതാണ്, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിന് എല്ലാ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ത്രൂ എനി പോയിന്റ് ഇൻ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് വിൽ ബി സീറോ. കാരണം എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു വർക്ക് ചെയ്യണം. ഇവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവിടെ എന്താണ്? പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇവിടെ ഞാൻ പറയും, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ആണെങ്കിൽ നടുക്കൊരു പോയിന്റ് ചാർജ് ആണെങ്കിൽ നീ ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ ഒരു സർക്കിൾ വരച്ച് ഈ സർക്കിളിലെ ഏത് പോയിന്റ് എടുത്താലും അതൊക്കെ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസാണ്. കാരണം എന്താ? ഈ പോയിന്റിലൊക്കെ ഉള്ള പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കും. കാരണം പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 r ആണ് അല്ലേ. സോ ക്യൂ കോൺസ്റ്റൻ്റ് ആണ്, 4πε0 കോൺസ്റ്റൻ്റ് ആണ്. സോ ഒരൊറ്റ ആർ എടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെയൊക്കെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? അവിടെ ഫുൾ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? അവിടെയൊക്കെ നമ്മുടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് വൺ തിങ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതിന് ഇതിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് അതെ. അതായത് നമ്മൾ രണ്ട് പോയിന്റ്, ഇപ്പോൾ എ ബി എടുക്കുക, അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് വർക്ക് ഡൺ ഇൻ എ ബി എന്ന് പറയുന്നത് മൈനസ് യു എ ബി, ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ബി മൈനസ് വി എ ആയിരിക്കും. പക്ഷേ നമുക്കറിയാം വി ബി മൈനസ് വി എ സീറോ ആണ്. സോ ദ വർക്ക് ഡൺ ഈസ് സീറോ. സോ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ കേസ് ഓഫ് എ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ സർഫേസ് വിൽ ബി സീറോ. ഓക്കെ ആണല്ലോ? സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അതവിടെ കഴിയാണ്. ഇനി ഇത്രയാണ് പ്രോപ്പർട്ടീസ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാം പറയാൻ ടൈം എടുക്കുന്നതുകൊണ്ട് എഴുതി വെച്ചാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ഒന്ന്, എന്താണ് കാര്യം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആയിരിക്കും. ഓക്കെ ആണല്ലോ? രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആയതുകൊണ്ട് വർക്ക് ഡണ്ണും എത്രയായിരിക്കും? വർക്ക് ഡണ്ണും സീറോ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ഇറ്റ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. അതായത് ഇങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എങ്കിൽ അതിലെപ്പോഴും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ 90 ഡിഗ്രി ആയതുകൊണ്ട് അതിനൊരു ടാൻജൻഷ്യൽ കോമ്പോണൻറ്റ് ഉണ്ടാവില്ല. സോ ദ ടാൻജൻഷ്യൽ കോമ്പോണൻറ്റ് വിൽ ബി സീറോ. ഓക്കെ ആണല്ലോ? പിന്നെ നമ്മൾ പറയുന്നത് ഫീൽഡ് ലൈൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അടുത്ത കാര്യം, ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. കാരണം അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ രണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടാവും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. കാരണം ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ. സോ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഓക്കെ ആണല്ലോ? ഫൈൻ. അത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഫൈൻ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഉണ്ടാവുക കേട്ടോ. അത് നമുക്ക് ഇതിൽ വരുന്നുണ്ടോ? ഓക്കെ, ഉണ്ട്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. ശ്രദ്ധിച്ചേ, ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ, ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് വിൽ ബി മോർ ലൈക്ക് എ സ്ഫിയർ. ഒരു സ്ഫിയർ പോലെയാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? കപ്പാസിറ്റൻസ് അടിപൊളിയായിട്ട് പറഞ്ഞു. ഡെഫിനറ്റ്ലി നമ്മൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് വി ആർ മൂവിങ് ഇൻ ടു കപ്പാസിറ്റൻസ്. ഉടനെ തന്നെ നമ്മൾ കപ്പാസിറ്റൻസ് എത്തും കേട്ടോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം പറഞ്ഞിട്ടേ പോകുള്ളൂ. ജസ്റ്റ് വെയിറ്റ്.
ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു മണിക്കൂറാവുന്നേ ഉള്ളൂ. നമ്മളൊരു അറൗണ്ട് ഒരു 45 മിനിറ്റ്സോളം നമ്മൾ കപ്പാസിറ്റൻസിലൂടെ തന്നെയായിരിക്കും പോവുക. അപ്പോൾ നിങ്ങളതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട, ജസ്റ്റ് ഹോൾഡ് ഇറ്റ് ഫോർ എ ലിറ്റിൽ മോർ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ ഫൈൻ. അപ്പോൾ അടുത്ത പൊട്ടൻഷ്യൽ ചാർജ്, പോയിന്റ് ചാർജ്. സോ പോയിന്റ് ചാർജ് എന്താണ് ഞാൻ പറഞ്ഞു. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ബേസിക്കലി ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഇസ് മോർ ലൈക്ക് എ സ്ഫിയർ. ഓക്കെ ആണല്ലോ, കാരണം ചാർജിങ്ങിന് എല്ലാ ഡയറക്ഷനിലേക്കും ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പോയിന്റിൽ മൊത്തം ഈക്വൽ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി എ സ്ഫിയർ. അടുത്താണ് ഒരു ഇൻഫിനിറ്റ് ചാർജ്. ഒരു ഇൻഫിനിറ്റ് ചാർജിനെ സംബന്ധിച്ച് അതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് വിൽ ബി മോർ ലൈക്ക് എ സിലിണ്ടർ കേട്ടോ. ഒരു സിലിണ്ടറിക്കൽ ഫോമിൽ ഒരു സിലിണ്ടർ പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. സർ ഡു യു നോ തനീഷ്? ഐ കെയിം ഹിയർ ബിക്കോസ് ഓഫ് മൈ മൈ നെയിം ഈസ് ആസം. ഓ ഡെഫിനറ്റ്ലി ആസം. എനിക്ക് തനീഷാണ്. തനീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൈബ്രിഡിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഐ നോ ഹിം വെരി വെൽ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ സിലിണ്ടർ ആണ്. അപ്പോൾ സിലിണ്ടറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത കാര്യമാണ് യൂണിഫോംലി ചാർജ് ഇലക്ട്രിക് ഷീറ്റ്. ഓക്കെ ആണ്, യൂണിഫോംലി ചാർജ് ഇലക്ട്രിക് ഷീറ്റ് ആണെങ്കിലും എല്ലാ പ്ലെയിനും ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ആയിരിക്കും. അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ അതെല്ലാം സെറ്റായി. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്ത കാര്യം റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് ഒരു ഇക്വേഷൻ വേണം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. E is equal to മൈനസ് dV/dr. ഇതാണ്, അതായത് ദിസ് ഇസ് ബേസിക്കലി ദി ഗ്രേഡിയൻറ്റ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ബേസിക്കലി ലൈൻ ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ബേസിക്കലി എ ലൈൻ ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇ, ഇപ്പം നിങ്ങൾക്ക് ഇൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇറ്റ് വിൽ ബി ആൾവേസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഓൾവേസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് വി കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു പോയിന്റിൽ വി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. സോ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0 ഇഫ് വി ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ. സോ അത്രയും പറയുന്നതോടെ വി ആർ മൂവിങ് ഇൻ ടു സം ക്വസ്റ്റ്യൻസ്. ഇത് NEET 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മക്കളെ പെട്ടെന്ന് ആൻസർ പറഞ്ഞോ നോക്കട്ടെ. വി ആർ മൂവിങ് ഇൻ ടു ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ, വേഗം പറഞ്ഞു. വാട്ട് ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. പറഞ്ഞേ, വാട്ട് വിൽ ബി ദ ആൻസർ ഓഫ് ദിസ്? ഓക്കെ, ശ്രദ്ധിക്കുക. In a certain region of space with volume 0.2 meter cube, the electric potential is found to be 5 volt throughout. The magnitude of electric field in this region is, ഞാൻ പറഞ്ഞു ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് 5 വോൾട്ട് ത്രൂ ഔട്ട്. അതായത് ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. സോ ദ ആൻസർ ഈസ് 0. ഇത് ഞാൻ ഇട്ടത് എളുപ്പമെന്ന് കാണിക്കാനല്ല, ഇതാണ് ഇപ്പോൾ നീറ്റിന് ചോദിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒന്നും സാർ ചെയ്യാണ്ടിരിക്കാൻ മടിയായിട്ടൊന്നുമല്ല. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്ന് നിങ്ങളെ കാണിക്കുക. ഇത് NEET 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. ദിസ് വാസ് ആസ്കിംഗ് NEET 2020. അടുത്ത ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ഓഫ് മാസ് 2 gram is having a charge 2 microcoulomb. Through what potential difference must it be accelerated starting from rest to acquire a speed of 10 meter per second? ശ്രദ്ധിക്കുക, ഒരു ഇതിൻ്റെ കൈനറ്റിക് എനർജി ഈസ് 12 mv². ആൻഡ് അതാണ് എന്താവുന്നത്, അതിന് വർക്ക് ഡൺ ആയിട്ട് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വി. വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യലാണ്. ഓക്കെ ആണല്ലോ. ഓർ വാട്ട് ഹാപ്പൻസ്? സോ ഹിയർ വാട്ട് ഹാപ്പൻസ്? സോ ഹിയർ വി ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു എം. എം എന്ന് പറയുന്നത് 2 gram ആണ് അല്ലേ. 2 ഇൻറ്റു 10⁻³ ഇൻറ്റു വെലോസിറ്റി 10 ആണ്. സോ 10² എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 10 ഹോൾ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ചാർജ്. വാട്ട് ഈസ് എ Q? 2 ഇൻറ്റു 10⁻⁻6. ഓക്കെ ആണല്ലോ. സോ ഇത് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പോയി, ഇറ്റ് ബിക്കംസ് 5. സോ ദിസ് ഇസ് വാട്ട്, ഇത് മുകളിലേക്ക് വരുമ്പോൾ 10⁻6 ആയി. 6 10⁻3 10⁻4 അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 10⁻4 ഓർ ഇതിനെ 50 ഇൻറ്റു 10⁻3 വോൾട്ട് എന്ന് എഴുതാം. ഓർ ഇറ്റ് കുഡ് ബി റിട്ടൺ ആസ് 50 kilo
volt. Okay, and so it could be written as 50 kilovolt. So what is the answer? And correct answer ആരും പറഞ്ഞില്ലല്ലോ. Answer is B. Okay, and answer is B, 50 kilovolt. Answer is B, 50 kilovolt. Okay, ആണല്ലോ. Answer is B, or it is 50 kilovolt. Okay, ആണല്ലോ. Set ആണല്ലോ. Okay, so answer is 50 kilovolt. അടുത്ത question. അടുത്ത question എടുക്കാം. What is the next question? ശ്രദ്ധിച്ചേ. The electric potential at a point in free space due to charge q coulomb is q into 10 raised to minus 11 volt. Okay ആണല്ലോ. The electric field at that point is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ശ്രദ്ധിച്ചേ, V is equal to 1/4 pi epsilon 0 q by r. ഇതിൻ്റെ വാല്യൂ വന്നിട്ട് ദിസ് ഇസ് ഈക്വൽ ടു q ഇൻറ്റു 10 raised to 11 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ q വെട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് r is equal to? r is equal to, അല്ലെങ്കിൽ നമുക്ക് 1/r എന്ന് പറയാം, അതാവും എളുപ്പം. 1/r is equal to 4 pi epsilon 0 into 10 raised to 11. ഓക്കെ ആണല്ലോ. 1/r is equal to 4 pi epsilon 0 into 10 raised to 11. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് E is equal to? നമുക്കറിയാം E is equal to dV by r അല്ലേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി പൊട്ടൻഷ്യൽ ബൈ r. പൊട്ടൻഷ്യൽ ബൈ r. ദിസ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് പൊട്ടൻഷ്യൽ ഡാ? പൊട്ടൻഷ്യൽ എത്രയാണ്? Q ഇൻറ്റു 10 raised to 11 into 10 raised to 11 into 1/r. 1/r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 pi epsilon 0 into 10 raised to 11. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് 4 pi epsilon 0 into q into 10 raised to 22. So the answer is 4 pi epsilon 0 into q into 10 raised to 22. Okay ആണല്ലോ. 4 pi epsilon 0 into q into 10 raised to 22. The answer is C. The answer is C. ആരാണ് ആദ്യം സി പറഞ്ഞത്? സ്നേക്ക് മാനിയ. ഓക്കെ, സ്നേക്ക് മാനിയ വി ആർ ആക്ച്വലി മിസ്സിങ് യു കേട്ടോ. കാരണം പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ നോക്കിയുടെ ടച്ച് പാഡ്സ്, നിങ്ങൾ ടച്ച് പാഡ്സുള്ള ഫോൺ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ടച്ച് പാഡ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കിടിലൻ ഗെയിം ആയിരുന്നു അതിൻ്റെ സ്നേക്ക് എന്ന് പറയുന്നത്. ദെൻ ഫോളോഡ് ബൈ മൂസിന, രഹന, രാജുല, അർജുൻ, പ്രാവൺ, പവാൻ, അൻഷിത, ഷജിമോഡ് എല്ലാവരും പറയുന്നുണ്ട്. സോ ഐ ക്യാൻ സി എവ്രി വൺ. ഞാൻ എല്ലാവരും ആൻസർ കാണുന്നുണ്ട്. റൈറ്റ് ആൻസർ ഫാത്തിമ നസ്റിൻ, എവ്രി വൺ നസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമാണ്, വേഗം പറഞ്ഞേ. ദ ഡയഗ്രം ഷോസ് റീജിയൻസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് എ ടു ബി വരികയാണെങ്കിൽ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ എയിൽ 10 വോൾട്ടാണ്, ബിയിൽ 40 വോൾട്ടാണ്. സോ ഇവിടെ ചെയ്യേണ്ട എനർജി എത്രയാണ്? 40 മൈനസ് 10 30 ആണ്. ഇപ്പുറത്തും 40 മൈനസ് 10 30 ആണ്. ഇവിടെയും 30 ആണ്. ഇവിടെയും 40 മൈനസ് 10 30 ആണ്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എന്താ കാര്യം? ഇവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് ഇവർക്കിടയിലുള്ള വർക്ക് ഡണ്ണും സെയിം ആണ്. സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ദ വർക്ക് ഡൺ ഈസ് സെയിം. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് സെയിം. ഓക്കെ, സോ ഇൻ ഓൾ ദി 4 കേസസ് ദ വർക്ക് ഡൺ ഈസ് സെയിം. ഓക്കെ ആണല്ലോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കോമ്പിയിൽ ഞാൻ മെയിൻലി എംഫസിസ് കൊടുക്കുന്നത് പെരിഫറിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ആയി ചോദിച്ച ഒരു 10-12 ക്വസ്റ്റ്യൻസ്, ഒരു 15 ക്വസ്റ്റ്യൻ അത്രേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഗ്മെൻ്റ് അല്ല അല്ലേ. ദിസ് ഇസ് പ്യുവർലി ആൻഡ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പോൾ ബയോളജി ഒക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ തിയറി മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈവൻ ഫിസിക്സ് ആണെങ്കിലും കുറച്ച് എംഫസൈസ് ഉള്ളത് തിയറിയിലേക്ക് തന്നെയാണ്. ബട്ട് വിൽ ഡു സം ക്വസ്റ്റ്യൻസ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഒരു 15 ക്വസ്റ്റ്യൻസ് ഓൺ ആൻ ആവറേജ് ഒരു ചാപ്റ്ററിന് ചെയ്യും. അതിൽ കൂടുതൽ നിങ്ങൾ വാശി പിടിക്കരുത്, കാരണം സമയം കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വിചാരിക്കുകയാണ് നമ്മൾ എൻറ്റയർ തിയറി കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയില്ല, ഈ കോമ്പി റിലൈ ചെയ്യുന്ന കുട്ടികൾ ഒരുപാടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾക്ക് ഒരു വ്യൂ കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു 10,000 15,000 ചില 20,000 ഒക്കെ കുട്ടികൾ കാണുന്നുണ്ട്. ആ കുട്ടികളെല്ലാവരും കാണുന്നത് ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രമല്ല, അവർക്ക് തിയറിയും കൂടെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ രണ്ടും, ഇപ്പോൾ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തിയറി ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്യണം, അതുപോലെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടും മിക്സ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം നമ്മളൊരു സീരീസ് കൊടുക്കും, ഒരു എന്താണ് ഇന്നെവിറ്റബിൾ 30 അങ്ങനെ എന്തെങ്കിലും ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് തരും. സോ യു ക്യാൻ വെയിറ്റ് ഫോർ ഇറ്റ്. പക്ഷേ യു ഹാവ് ടു ജസ്റ്റ് കോപ്പ് അപ്പ് വിത്ത് ദിസ് ഓൾസോ അല്ലേ. ഇതും കൂടെ നമ്മൾ പറയണ്ടേ, എല്ലാം പറയണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓവർ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ 5th ക്വസ്റ്റ്യൻ? പറഞ്ഞിടാം.
if the potential in a region is expressed as Vxyz is equal to 6xy minus y plus 2yz, the electric field at point 110 is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കാം. സോ നമുക്കറിയാം ഹിയർ E is equal to, നിങ്ങൾക്ക് അറിയാത്തൊരു ഫോർമുല ഉണ്ട്, മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ വൈ ജെ ക്യാപ് പ്ലസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ സെറ്റ് കെ ക്യാപ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഈസിലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. ഓക്കെ ആണല്ലോ. സോ ഇതൊന്ന് ചെയ്ത് നോക്കാം. സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് E is equal to minus d by dx of 6xy minus y plus 2yz I cap plus d by dy of 6xy minus y plus 2yz j cap plus d by dz of 6xy minus y plus 2z k cap. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് ഡെൽറ്റ. ഇങ്ങനെയാണ് കേട്ടോ സാധനം. 6ഉം 2 ഒന്നുമല്ല കേട്ടോ, ഇത് 2 ഒന്നുമല്ല, ഇട്ടപ്പോൾ മാറിപ്പോയതാണ്. ഇങ്ങനെയാണ് ഇത്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിക്കുക. ദിസ് ഇസ് നോൺ ആസ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അതായത് ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഉള്ള ടേമിനെ മാത്രം സെലക്റ്റീവായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇവിടെ ബൈ എക്സ് അല്ലേ, സോ ഇതിൽ എക്സ് ഉള്ളത് ഇത് മാത്രമാണ് അല്ലേ. സോ ദിസ് ഇസ് മൈനസ് 6xyനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിനക്ക് 6y എന്ന് കിട്ടും. അത്രേ ഉള്ളൂ അവിടെ. സോ ദാറ്റ് ഇസ് 6iy ഐ ക്യാപ് പ്ലസ് ഇവിടെ y വരുന്ന രണ്ട് ടേം ഇതാണ്. സോ 6xyനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6x എന്ന് കിട്ടും. 6yനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ y എന്ന് കിട്ടും ഇൻറ്റു ജെ ക്യാപ്. ഓക്കെ ആണല്ലോ. അല്ല, പ്ലസ് ഇതും കൂടെ ഉണ്ട്, ഇവിടെയും y ഉണ്ട് അല്ലേ. സോ പ്ലസ് 2z ജെ ക്യാപ് പ്ലസ് ഇവിടെ എന്താ വരിക, 6xyയിൽ സെറ്റ് ഇല്ല, ഇവിടെയും സെറ്റ് ഇല്ല, ബാക്കിയുള്ള 2z ആണ്. സോ 2k ക്യാപ്. ഓക്കെ ആണല്ലോ. 2 ഇവിടെ 2y അല്ലേ, ഇവിടെ നോക്കട്ടെ എത്ര ഉള്ളത്, 2yz അല്ലേ, ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. 2yz ആണ്, 2yz ഇൻറ്റു കെ ക്യാപ്. സോ ഹിയർ ഇറ്റ് ഇസ് 2y ഇൻറ്റു കെ ക്യാപ്. ഓക്കെ ആണല്ലോ. ഹിയർ ഇറ്റ് ഇസ് 2y ഇൻറ്റു കെ ക്യാപ്. ഓക്കെ ആണല്ലോ. സോ അതാണ് ഇത് കിട്ടിയത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏതാണ്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് 110. സോ 110 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ എന്ത് കൊടുത്താൽ മതി, ഈ പോയിന്റ് 110ൽ എക്സിൻ്റെ സ്ഥലത്ത് 1, വൈൻ്റെ സ്ഥലത്ത് 1, സെഡിൻ്റെ സ്ഥലത്ത് 0 കൊടുക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 6 ഇൻറ്റു 1 ഐ ക്യാപ് പ്ലസ് 6 ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു 0 ജെ ക്യാപ് പ്ലസ് 2 ഇൻറ്റു 1 കെ ക്യാപ്. ഓക്കെ ആണല്ലോ. സോ യു ഗെറ്റ് ഇസ് മൈനസ് 6 ഐ ക്യാപ് പ്ലസ് 5 ജെ ക്യാപ് പ്ലസ് 2 കെ ക്യാപ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് ദി ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞിടാ, മൈനസ് ഓഫ് 6 ഐ ക്യാപ് പ്ലസ് 5 ജെ ക്യാപ് പ്ലസ് 2 കെ ക്യാപ്. സോ വാട്ട് ഇസ് ദി ആൻസർ പറഞ്ഞിടാ, ആൻസർ ഇസ് ഡി. സോ ദ ആൻസർ ഇസ് ഡി, മൈനസ് 6 ഐ ക്യാപ് പ്ലസ് 5 ജെ ക്യാപ് പ്ലസ് 2 കെ ക്യാപ്. ഓക്കെ ആണല്ലോ, ആൻസർ ഇസ് ഡി. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ വി ആർ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു 5 to 7 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇപ്പോൾ അവൾ പഠിപ്പിച്ചെന്ന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. സോ വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇലക്ട്രിക് ഡൈപോൾ ഓൾറെഡി സാർ എടുത്തതല്ലേ. അതെ, പക്ഷേ നമ്മൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ഡൈപോളിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇറ്റ്സ് അബൌട്ട് ദി ഇലക്ട്രിക് ഡൈപോൾ പാർട്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്ട്സ് ആൻ ഇലക്ട്രിക് ഡൈപോൾ അല്ലേ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ. ചെറിയൊരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ചാർജിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ, അതുകൂടെ അറിയണം അല്ലേ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് അറ്റ് ആൻ ഇക്വറ്റോറിയൽ പ്ലെയിൻ പഠിച്ചു. അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ ആക്സിയൽ പോയിന്റ് ആൻഡ് ഇൻ ആൻ ഇക്വറ്റോറിയൽ പോയിന്റ് രണ്ടും നമുക്കറിയണം. ഓക്കെ, സോ നമുക്ക് ആദ്യം ആക്സിയൽ പോയിന്റ് അറിയാം. ശ്രദ്ധിച്ചു, ആക്സിയൽ പോയിന്റിലുള്ള അതിൻ്റെ വി എന്ന് പറയുന്നത് പി കോസ് തീറ്റ ബൈ 4πε0 r² ആണ് കേട്ടോ. വി ഇസ് ഈക്വൽ ടു പി കോസ് തീറ്റ ബൈ 4πε0 r². ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ
അതുപോലെ തന്നെ ഇൻ ആൻ ഇക്വിറ്റോറിയൽ പ്ലെയിൻ, അതായത് ഒരു ഇക്വിറ്റോറിയൽ പ്ലെയിനിലാണെങ്കിൽ ഇൻ ആൻ ഇക്വിറ്റോറിയൽ പ്ലെയിൻ ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് 0. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ് കേട്ടോ മക്കളെ. ഇൻ ആൻ ഇക്വിറ്റോറിയൽ പ്ലെയിൻ ഇറ്റ് ഈസ് 0 ആൻഡ് ഇൻ ആൻ ആക്സിയൽ പോയിന്റ് ഇറ്റ് ഈസ് പി കോസ് തീറ്റ ബൈ 4 pi epsilon 0 r square. In an axial point it is 4 pi p cos theta by 4 pi epsilon 0 r square. ഓക്കെ ആണല്ലോ. ആൻഡ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അറ്റ് എനി പോയിന്റ്, ഓക്കെ ആണല്ലോ, ഏത് ജനറൽ പോയിന്റ് എടുത്താലും അവിടെയും വി ഈസ് ഈക്വൽ ടു പി കോസ് തീറ്റ ബൈ 4 pi epsilon 0 r square. അതാണ് കാര്യം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനിയുള്ളത് ഈ ഒരു കാര്യം കൂടെ പഠിക്കണം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ റൊട്ടേഷൻ? ഞാൻ ലാസ്റ്റ് പറഞ്ഞാണ്, അതിൻ്റെ ബാക്കി തന്നെയാണ്. നമുക്കറിയാം വർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ, അറിയാലോ. ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റയാണ്. അപ്പോൾ ടോ 0 ആവുന്ന സമയത്ത് വർക്ക് മിനിമം ആണ്, വർക്ക് 0 ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് ടോ ഇസ് മാക്സിമം വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ മാക്സിമം വർക്ക് കിട്ടും, അത് പി ഇ ആണ്. ഓക്കെ ആണല്ലോ. എഗെയിൻ ടോ 180 ആകുമ്പോൾ എന്തായിരിക്കും? ടോ മിനിമം ആയിരിക്കാം. ഓക്കെ ആണല്ലോ. അത് എത്രയായിരിക്കും? 0 തന്നെ ഇരിക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ബട്ട് ആ പോയിന്റിൽ വർക്ക് മാക്സിമം ആണ്, വർക്ക് എത്രയാണ് വരിക? വർക്ക് 2 PE എന്നാണ് വരിക. ഓക്കെ ആണല്ലോ. സോ ഈ കാര്യം എല്ലാവരും ഇതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര എളുപ്പമായി തോന്നും, പക്ഷേ ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴാണ് ഏത് ആംഗിളിലാണ് വർക്ക് മിനിമം ആവുക, ഏത് ആംഗിളിലാണ് ടോർക്ക് മിനിമം ആവുക, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേബിൾ ഫോർ യു. സോ ഇതെല്ലാവരും തെറ്റാണ്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ, എല്ലാവരും തെറ്റാണ്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എല്ലാവരും റെഡിയായോ? എല്ലാവരും ഇത് പഠിച്ചോ? എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടാ? ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇട്ടേ നോക്കട്ടെ. ഇറ്റ്സ് ബീൻ അറൌണ്ട് 1 hour ആൻഡ് വി ആർ ഒഫീഷ്യലി ഡൺ വിത്ത് ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇനി നൗ വി ആർ മൂവിങ് ടു ദ കോർ ഓഫ് ദി ചാപ്റ്റർ, ഓർ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, ദാറ്റ് ഈസ് ദി കപ്പാസിറ്റൻസ്. സോ കപ്പാസിറ്റൻസിലേക്ക് കയറുന്നതിന് മുന്നേ എല്ലാവരും റെഡിയാണോ? ഇതുവരെ പഠിച്ചതൊക്കെ സെറ്റാണോ? എല്ലാവരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, സോ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ കയറാനുണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക കേട്ടോ. കപ്പാസിറ്റൻസ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണല്ലോ. പിന്നെ ആർക്കെങ്കിലും കാരണം കപ്പാസിറ്റൻസ് മിസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. സോ വി ആർ മൂവിങ് ഇൻ ടു ദി മെയിൻ ഹൈലൈറ്റ് ഓഫ് ദ ചാപ്റ്റർ വിച്ച് ഇസ് കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ ആണല്ലോ. നമ്മളിനി കപ്പാസിറ്ററിലേക്ക് കയറുകയാണ്. ഓക്കെ, ഇനി അറൗണ്ട് ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു ലോങ് ഡിസ്കഷനാണ്. ഈ ഒരു ലോങ് ഡിസ്കഷനിലൂടെ ട്രസ്റ്റ് മീ കപ്പാസിറ്ററിനെ കുറിച്ചുള്ള നിങ്ങൾക്കുള്ള എൻറ്റയർ ഡൗട്ട്സും തീർക്കും ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് എ കംപ്ലീറ്റ് ഐഡിയ അബൌട്ട് കപ്പാസിറ്റൻസ്. ഓക്കെ ആണല്ലോ. സോ വി ആർ സ്റ്റഡിങ്. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊന്ന് പോകുന്നതിന് മുന്നേ വി ആർ ജസ്റ്റ് ലേണിംഗ് സം ബേസിക് ആസ്പെക്ട്സ് ഓഫ് കപ്പാസിറ്റൻസ്. ഓക്കെ ആണല്ലോ. സോ ആദ്യത്തെ കാര്യം, എന്താണ് കപ്പാസിറ്റൻസ്? അതും തന്നെ തുടങ്ങാം. കപ്പാസിറ്റൻസ് എല്ലാവരും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞാണ്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും കേട്ടോ. കപ്പാസിറ്റൻസ് ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇത്രയും കാലം മനസ്സിലാവാത്ത ഒരുപാട് ഡീറ്റെയിൽസ് സാർ ഇപ്പോൾ പറഞ്ഞുതരും. ഓക്കെ ആണല്ലോ. സോ കപ്പാസിറ്റൻസ് എന്താണ്? കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ എടുക്കുക, ഒരു പ്ലേറ്റോ ഒരു ഷെല്ലോ എന്തെങ്കിലും എടുക്കുക. അങ്ങനെയുള്ള ഒരു കണ്ടക്ടറിന് ഒരു ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് പറയുന്നത്. സോ വാട്ട് ഈസ് എ കപ്പാസിറ്റൻസ്? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ചാർജ്. മനസ്സിലായോ? സോ വാട്ട് ഡു യു മീൻ ബൈ കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് ഇസ് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ചാർജ്. മനസ്സിലായല്ലോ? സോ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മാറും, അറിയുമല്ലോ. അതായത് നിങ്ങൾ ചാർജ് കൊടുക്കുകയാണെങ്കിൽ ചാർജ് കൊടുക്കുന്നതിന് പ്രൊപ്പോർഷണലായിട്ട് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കും. നീ കൂടുതൽ ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ നല്ലോണം കൂടും. സോ ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. അപ്പോൾ നമ്മൾ ആ ഒരു കോൺസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുകയാണ്, യു ഗെറ്റ് ക്യൂ ഈക്വൽ ടു സി വി. or C is equal to Q by V, where C is a constant and this constant is known as the capacitance of an conductor. Okay ആണല്ലോ, fine. ഇനി നിങ്ങൾ അറിയണം, so this is Q.
നമുക്ക് ഒരു കാര്യം കൂടി അറിയാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ ക്യൂ ഇൻറ്റു ക്യൂ ബൈ വി ഇൻറ്റു ക്യൂ. സോ ദിസ് ഇസ് ക്യൂ സ്ക്വയർ ബൈ വാട്ട് ഇസ് വി ഇൻറ്റു ക്യൂ? ദാറ്റ് ഈസ് എ വർക്ക് ഡൺ. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അല്ലേ. സോ വി ഗോട്ട് എ ന്യൂ ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ഡബ്ല്യു. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദി യൂണിറ്റ്? What is the unit of capacitance? That is Faraday. Unit is Faraday. Allengil we also say it as Coulomb per volt. Okay, anlo Coulomb per volt. Coulomb per volt ആണ് in the unit of capacitance എന്ന് പറയുന്നത്. Okay, and what is the SI unit of capacitance? SI unit of capacitance is m raised to minus 1, L raised to minus 2, T raised to minus 4, A square. So m raised to minus 1, L raised to minus 2, T raised to minus 4, A square. അതാണ് കപ്പാസിറ്റൻസിൻ്റെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നോട്ട് പറഞ്ഞു തരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കപ്പാസിറ്റൻസ് ഉണ്ടല്ലോ, ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി നേച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ ആണല്ലോ. സോ കപ്പാസിറ്റൻസ് ഈസ് ഡിപ്പെൻഡൻ്റ് അല്ല, ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏതൊക്കെയാടാ? ഒന്ന് നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി അസേർഷൻ ആൻഡ് റീസണിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ചോദിക്കും കപ്പാസിറ്റൻസ് ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ശരിയാണല്ലോ, കോപ്പറിനൊന്നും അയണിനൊന്നും ഇല്ല, നിങ്ങൾ അങ്ങോട്ട് ടിക്കടും. തെറ്റാണ്. സോ കപ്പാസിറ്റൻസ് ഇസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് നേച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് തിക്നെസ് ഓഫ് കണ്ടക്ടർ. ഓക്കെ ആണല്ലോ, ഫൈൻ. രണ്ടാമത്തെ കാര്യം, തിയററ്റിക്കലി നമ്മൾ പറയാനുള്ള കാര്യം, തിയററ്റിക്കലി ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ചാർജ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ കണ്ടക്ടർ കേട്ടോ. തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഒരു കണ്ടക്ടറിൽ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ചാർജ് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ അത്രയും ചാർജ് കൊടുക്കുകയാണെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയോടാ? ഒരുപാട് ചാർജ് കൊടുക്കുമ്പോൾ ആ കണ്ടക്ടർ അങ്ങ് അയോണൈസ് ആയി പോയിട്ട് ആ കണ്ടക്ടർ ഡിസോൾവ് ചെയ്ത് പോകും. അതുകൊണ്ട് റിയൽ ലൈഫിൽ ഇൻഫിനിറ്റ് ചാർജ് കൊടുക്കുന്നത് പോസിബിൾ അല്ല. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഇസ് സംതിങ്, അതായത് ഇപ്പോൾ ഒരു കണ്ടക്ടർ, ഒരു കപ്പാസിറ്റർ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നീ വേറൊരു കണ്ടക്ടർ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ കണ്ടക്ടറും കുറച്ച് ചാർജിനെ സ്റ്റോർ ചെയ്യും. ശരിയാണോ? സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഒരു കണ്ടക്ടറിൻ്റെ ഇടയിൽ വേറെ ഒരു മീഡിയം, നമ്മൾ അതിനെ വിളിക്കും ഒരു ഡൈഇലക്ട്രിക് മീഡിയം എന്ന് അല്ലേ, K1 K2 എന്ന് പഠിച്ചത്. അങ്ങനെ ഒരു മീഡിയം വെക്കുകയാണെങ്കിൽ അതും എപ്പോഴും ഒരു കണ്ടക്ടർ ആയിരിക്കും. സോ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ എന്ത് ചെയ്യും? കുറച്ച് ചാർജിന് അബ്സോർബ് ചെയ്യും. അപ്പോൾ കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ പറഞ്ഞു വന്നത് ഇതാണ്, വെൻ എ ഡൈഇലക്ട്രിക് മീഡിയം ഓർ എ കണ്ടക്ടർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് എ കപ്പാസിറ്റർ, ദ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ ഇൻക്രീസസ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് കൂടും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇപ്പം ഞാൻ പറയൂ കപ്പാസിറ്റൻസ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്റി, ഈ പണ്ടാരം എന്തിലാണ് ഡിപ്പെൻഡൻറ്റ്? സോ മനസ്സിലാക്കാം, കപ്പാസിറ്റൻസ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ജിയോമെട്രി. ഓക്കെ, ദാറ്റ് ഈസ് സൈസ് ആൻഡ് ഷേപ്പ്. ഓക്കെ ആണല്ലോ. ആ കപ്പാസിറ്ററിൻ്റെ ഷേപ്പ് എന്താണ്, സൈസ് എന്താണ്, അതിനെയാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു ഇഫ് സംവൺ ആസ്ക്ഡ് ലൈക്ക് വാട്ട്, ഒരു നമ്മളതിനെ ഞാൻ ബിൽഡപ്പ് ഫോർ കപ്പാസിറ്റൻസ് എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെ പറയുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദർ വിൽ ബി 2 plates. ഓക്കെ ആണല്ലോ, 2 പ്ലേറ്റ് ഉണ്ടാവും. ഈ പ്ലേറ്റിൻ്റെ നമ്മൾ 2 ഓപ്പോസിറ്റ് ചാർജ് കൊടുക്കും. ഒരു സ്ഥലത്ത് +Q കൊടുക്കും, മറ്റേ സ്ഥലത്ത് -Q കൊടുക്കും. ഓക്കെ ആണല്ലോ, ഒരു സ്ഥലത്ത് +Q കൊടുക്കും, മറ്റേ സ്ഥലത്ത് -Q കൊടുക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, അതിനിടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിന് ഞാൻ D എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻഡ് വാട്ട് ഹാപ്പൻസ്, അതിൻ്റെ ഉള്ളിൽ ആ ഒരു 2 ഒരു മീഡിയം ഉണ്ടാവും. അതിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് ഇതിൻ്റെ ഏരിയ A ആണ്. ഇങ്ങനെയാണ് ഒരു ബേസിക് ഒരു കണ്ടക്ടറിൻ്റെ ഒരു രൂപം എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ ബേസിക് ഔട്ട്ലൈൻ ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വാട്ട് ഇസ് ദ കപ്പാസിറ്റൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സ്റ്റോർ ചാർജ്, ഇറ്റ്സ് പൊട്ടൻഷ്യൽ ചേഞ്ചസ്. ഞാൻ ആ ഇക്വേഷൻ ആണ് എഴുതുന്നത്. ഓക്കെ ആണല്ലോ. സോ ദീസ് ആർ ദി
ത്രീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റൻസ് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊരു കപ്പാസിറ്ററാക്കി കൂട്ടാൻ പറ്റില്ല, രണ്ട് പ്ലെയിനിലേക്ക് പരസ്പരം പോവാണ്. ആൻഡ് ദിസ് ഇസ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ. ദിസ് ഇസ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ വിച്ച് വി സ്റ്റഡി, വിച്ച് ഇസ് ദി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ, ഇതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുക, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് നോൺ ആസ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ, ഫൈൻ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. കപ്പാസിറ്റൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കപ്പാസിറ്റർ. എന്താണ് ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ, നിങ്ങൾ എല്ലാവർക്കും കേൾക്കുന്നത് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പെയർ ഓഫ് കണ്ടക്ടർ. എന്താണ്? രണ്ടെണ്ണം വേണം. എ പെയർ ഓഫ് കണ്ടക്ടർ ഹാവിങ് സെയിം ചാർജ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് which is separated by a small distance is called as condenser or capacitor. എന്താണ് ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടക്ടർ ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ്, രണ്ടിലും 2 കുളമ്പായിരിക്കും, പക്ഷേ ഒന്നിൽ +2 കുളമ്പും ഒന്നിൽ -2 കുളമ്പും ആയിരിക്കും. ഇവർക്കിടയിൽ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇതിനെയാണ് നിങ്ങളൊരു കണ്ടൻസർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് നോൺ ബൈ കപ്പാസിറ്റർ. സോ വാട്ട് ഈസ് ഇറ്റ്? സോ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് C is equal to Q/V എന്നാണ് പറയുക. C is equal to Q/V എന്നാണ് പറയുക. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് ദ വെരി ബേസിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് ഓഫ് കപ്പാസിറ്റൻസ് മനസ്സിലായോടെ? എന്താണ് കപ്പാസിറ്റർ, എന്തിനാണ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നതെന്നൊക്കെ മനസ്സിലായോ? നൗ വി ആർ മൂവിങ് ഇൻ ടു ചാർജ്, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ, അങ്ങനെ അങ്ങോട്ട് നീങ്ങാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അവിടെ ജസ്റ്റ് ഒന്ന് പറയോ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Okay, so I am moving into the next topic, which is the energy stored in the capacitor. Okay, already നമ്മൾ പഠിക്കാൻ പോകുന്നത് energy stored in the capacitor ആണ്. Okay, സോ ഞാൻ പറഞ്ഞു ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ചാർജ് സ്റ്റോർ ചെയ്യാനാണ് അല്ലേ. ഒരു ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഒരു ചാർജ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിലൊരു എനർജിയാണ് സ്റ്റോർ ആവുന്നത് അല്ലേ. ചാർജ് ഇസ് ബേസിക്കലി എനർജി. സോ നമ്മൾ ഒരുപാട് ചാർജ് സ്റ്റോർ ചെയ്യുമ്പോൾ അതിനുള്ളിൽ എനർജി സ്റ്റോർ ആവും. ദാറ്റ് എനർജി U is equal to Q²/2C. സോ U is equal to Q²/2C. പക്ഷെ നമുക്കറിയാം Q എന്ന് പറഞ്ഞാൽ CV കൂടിയാണ് അല്ലേ. അപ്പോൾ എന്ത് എഴുതി കൊടുക്കാം? C²V²/2C എന്ന് എഴുതാം. അപ്പോൾ ഈ CC വെട്ടിപ്പോയി. ആൻഡ് വാട്ട് ഡു യു ഗെറ്റ്? U is equal to ½ CV² എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ വിക്ക് പകരം നിങ്ങൾ Q/C കൊടുക്കുകയാണെങ്കിൽ ½ Q0V² എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ 3 ഇക്വേഷൻസ് ഫോർ ചാർജ്. ഈ 3 അറിയണം. U is equal to Q²/2C, U is equal to ½ CV², U is equal to ½ Q0V². ഓക്കെ ആണല്ലോ. ഈ 3 കാര്യങ്ങളും അറിയണം. ദീസ് 3 things ആർ ദി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 3 പോയിന്റ്സും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് വി ആർ മൂവിങ് ഇൻ ടു അനദർ തിങ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇടയ്ക്ക് ചോദിക്കാറുള്ളത്, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ എ ബാറ്ററി ഇൻ ചാർജിങ് എ കപ്പാസിറ്റർ? അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, കീമിലൊക്കെ ചോദിക്കാറുണ്ട്, നീറ്റിലും ചോദിക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ബാറ്ററി? ദാറ്റ് ഈസ് ഈക്വൽ ടു W ബാറ്ററി എന്ന് പറയുന്നത് QV ആണ്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു CV² ഓർ Q²/C. ഓക്കെ ആണല്ലോ. So work done in battery is equal to QV, that is equal to CV², which is also equal to Q²/C. Okay, so that is the work done by battery in charging a capacitor of capacitance C to a charge Q. അതായത് ഒരു Q ചാർജിലേക്ക് ഒരു C കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യണമെങ്കിൽ നീ ചെയ്യേണ്ട വർക്കാണ് Q²/C. ഓക്കെ ആണല്ലോ. അത് ജസ്റ്റ് ഇക്വേഷൻ പോലെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കുകയാണ് ചെയ്യാം. Okay, now we are moving to the next part, which is the capacitance of a spherical conductor. Okay, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ ദ പൊട്ടൻഷ്യൽ V is equal to 1/4πε0 Q/R. ഓക്കെ ആണല്ലോ. പക്ഷെ നമുക്കറിയാം എന്ത്
Q ഈക്വൽ ടു സി വി ഓർ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അതായത് ക്യൂ ബൈ വി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഇത് ക്യൂ ആണ്. ഇനി വിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി ഇത് അങ്ങോട്ട് കൊണ്ടുപോയേ. അപ്പോൾ 4πε0 r ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ശരിയാണല്ലോ? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താണ്. അപ്പോൾ എന്ത് കിട്ടി? ക്യൂ ബൈ വി എന്ന് പറഞ്ഞാൽ അത് സി ആണ്. Therefore, the capacitance of a spherical capacitor C is equal to 4πε0 r. Okay ആണല്ലോ? That is another equation. വേറൊന്നുമില്ല, ഈസി ആണ്. വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ എന്താണ് സ്ഫെറിക്കൽ കണ്ടക്ടർ? സി ഈസ് ഈക്വൽ ടു 4πε0 r. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അതെപ്പോഴും ആലോചിച്ചിരിക്കാം. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ചില ആൾക്കാർ സി ഈസ് ഈക്വൽ ടു 4πε r എന്നൂടെ എഴുതും. അത് മീഡിയത്തിൻ്റെ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ. സോ ഒരു ഹൈലൈറ്റിംഗ് മീഡിയം, ഒരു നോട്ട് ഉണ്ട്. ഒരു നോട്ട് നിങ്ങൾക്ക് എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയാണ്. തിയറിയിൽ കപ്പാസിറ്റൻസ് ഡിപ്പെൻസ് ഓൺ. കപ്പാസിറ്റൻസ് ആകെ 3 കാര്യത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ വലുതാവും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട് ഇസ് നോട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ കപ്പാസിറ്റൻസ് എന്ന് ചോദിക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഇത് ഡിപ്പെൻഡ് ചെയ്ത് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് കണ്ടക്ടർ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് കേട്ടോ. ഒരു കപ്പാസിറ്റൻസിൻ്റെ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് തീരുമാനിക്കുന്നത് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് കണ്ടക്ടറാണ്. രണ്ടാമത്തത് അതിൻ്റെ സറൗണ്ടിങ് മീഡിയമാണ്. ഓക്കെ ആണല്ലോ? ദ മീഡിയം സറൗണ്ടിങ് ഇറ്റ് ഓർ ദി സറൗണ്ടിങ് മീഡിയം. മൂന്നാമത്തെന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് കണ്ടക്ടേഴ്സ് നിയർ ബൈ. ഓക്കെ ആണല്ലോ? പ്രസൻസ് ഓഫ് കണ്ടക്ടേഴ്സ് നിയർ ബൈ. സോ ദ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ 3 ആസ്പെക്ട്സ്: size and shape of conductor, surrounding medium and the presence of conductors nearby. ഓക്കെ ആണല്ലോ? സോ ഈ 3 കാര്യങ്ങളെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഫൈൻ. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇതാണ് കാര്യം. പക്ഷേ ഇത് 2, അതായത് നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ഔട്ടർ സ്ഫിയറിന് എർത്ത് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഉള്ളിൽ ഇവിടെ നെഗറ്റീവും ഉള്ളിൽ നെഗറ്റീവായി. അപ്പോൾ 2 ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഫുൾ ചാർജിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഇവിടെയൊക്കെ ചാർജിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ? സോ ഉള്ളിൽ പോസിറ്റീവ് ഉണ്ട്, പുറത്ത് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നിങ്ങൾ ജസ്റ്റ് വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു 4, വേറെ കളറിൽ എഴുതാം അല്ലേ? C is equal to 4πε0 epsilon r r1 r2 by r2 minus r1. ഓക്കെ ആണല്ലോ? വാട്ട് ഈസ് r1 എന്ന് വെച്ചാൽ ദിസ് ഇസ് r1 ആൻഡ് ദിസ് ഇസ് r2. ഇന്നർ റേഡിയസ് ഇസ് r1, ഔട്ടർ റേഡിയസ് ഇസ് r2. അപ്പോൾ ഇന്നർ റേഡിയസ് ഇസ് r1, ഔട്ടർ റേഡിയസ് ഇസ് r2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഫിയറിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് എന്ത്? 4πε0 epsilon r r1 r2 by r2 minus r1. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ദി ടോട്ടൽ കപ്പാസിറ്റൻസ്. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്തത് ഇന്നർ സ്ഫിയർ എർത്തിയാണ്. മക്കളെ ഇതൊക്കെ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ജിപ്മറിനും എയിംസിനൊക്കെ സ്ഥിരമായി ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും ആരും ഡിസ്കസ് ചെയ്ത് തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് കേട്ടോ. സോ ഇന്നർ സ്ഫിയർ നമ്മൾ എർത്ത് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇന്നർ സ്ഫിയർ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് നൗ ദ കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു 4πε0 r2 സ്ക്വയർ ഡിവൈഡഡ് ബൈ r2 മൈനസ് r1. ഇതിനൊക്കെ വലിയ ഡെറിവേഷൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങൾ അറിയണ്ട. ഓക്കെ ആണല്ലോ? സി ഇസ് ഈക്വൽ ടു 4πε0 r2 സ്ക്വയർ ഡിവൈഡഡ് ബൈ r2 മൈനസ് r1. ഓക്കെ ആണല്ലോ? വേർ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. വാട്ട് ഹാപ്പൻസ്? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ദിസ് ഇസ് r1 and this is r2. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് r1 and this one is r2. അതാണ് ഒരു ഇന്നർ സ്ഫിയർ എർത്ത് ചെയ്താലുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് വരുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ സൈറ്റിൽ ഒരു എൻട്രൻസ് ഹൈലൈറ്റ്സ് എന്നുള്ള ഹെഡിങ്ങും കൊടുത്തു. ഓക്കെ. കുറച്ച് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൺസെപ്റ്റ്സ് കൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ എ ബാറ്ററി? W is equal to QV. ഓക്കെ ആണല്ലോ? വർക്ക് ഡൺ ബൈ എ ബാറ്ററി എന്ന് പറയുന്നത് QV തന്നെയാണ്.
And what is the energy stored in a conductor? Energy stored in a conductor is equal to half QV. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബാറ്ററി ചെയ്യുന്ന വർക്ക് W ആണെങ്കിൽ അതിൻ്റെ പകുതി വർക്ക് W/2 മാത്രമാണ് കണ്ടക്ടറിൽ എനർജി ആയിട്ട് കയറുക, ബാക്കി പകുതി ഹീറ്റായിട്ട് പോകും. ഫസ്റ്റ് പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാര്യം ശ്രദ്ധിക്കുക, 1 മിനിറ്റ് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് 100 ജൂൾ വർക്കാണെങ്കിൽ അതിൽ 50 ജൂൾ മാത്രമാണ് ആ കണ്ടക്ടറിൽ സ്റ്റോർ ചെയ്യപ്പെടുള്ളൂ. ബാക്കി 50 ജൂൾ ഹീറ്റ് എനർജി ആയിട്ടും വേറെ പല എനർജീസ് ആയിട്ടും ലോസ് ഉണ്ടാവും. സോ ഇഫ് യു ഡു W വർക്ക്, ഓൺലി W2/2 വർക്ക്, അല്ലെങ്കിൽ ആ വർക്കിൻ്റെ പകുതി മാത്രമേ നമ്മുടെ കപ്പാസിറ്ററിൽ സേവ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത കാര്യം, വെൻ ഒരു കപ്പാസിറ്റർ ഓഫ് C കപ്പാസിറ്റൻസിനെ നമ്മളൊരു V വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്തു. ഓക്കെ ആണല്ലോ. വെൻ എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C ഈസ് ചാർജ് ടു V വോൾട്ട്, വാട്ട് ഹാപ്പൻസ്? അങ്ങനെയാകുന്ന സമയത്ത് എന്താ പറ്റുക വെച്ചാൽ, എന്നിട്ട് ആ V വോൾട്ടേജ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ്. ഓക്കെ ആണല്ലോ. ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും അല്ലേ? ആ ഹീറ്റ് ലോസ്, എത്ര ഹീറ്റ് ജനറേറ്റ് ചെയ്യും? ഹീറ്റ് ലോസ് ഇസ് ഈക്വൽ ടു CV²/2. ദാറ്റ് ഹീറ്റ് ലോസ് ഇസ് ഈക്വൽ ടു CV²/2. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് R. അതായത് ഇതൊരു അടുത്ത പോസിബിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അസേർഷൻ റീസണിലൊക്കെ. അതായത് ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്ത് അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, അതിൽ നിന്ന് ചാർജ് പുറത്തേക്ക് പോകുമ്പോൾ അപ്പം ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആ കപ്പാസിറ്ററിൻ്റെ വലുപ്പത്തിന്, അതായത് അതാണ് റേഡിയസ് ഡിപ്പെൻഡൻറ്റ് അല്ലേ? അത് കപ്പാസിറ്ററിൻ്റെ വലുപ്പത്തിന് ഡിപ്പെൻഡ് ചെയ്യുകയില്ല. ഇറ്റ് ജസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കപ്പാസിറ്റൻസ് ആൻഡ് ദി വോൾട്ടേജ്. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് R. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത കാര്യം, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് എർത്ത്? Potential of earth. Potential of earth is 0. Potential of earth is 0. And what is the capacitance of earth? Capacitance of earth is infinite. Okay ആണല്ലോ. ആൻഡ് ചിലപ്പോൾ നമ്മൾ ഇൻഫിനിറ്റ് എന്ന് പറയുമെങ്കിൽ നമുക്കൊരു ആബ്സല്യൂട്ട് വാല്യൂ വേണം അല്ലേ? സോ നമ്മൾ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എർത്ത് എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമിന് ചോദിച്ചാൽ യൂഷ്വലി ഐസറിനൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എർത്ത്? അതിൻ്റെ ആൻസർ 711 മൈക്രോ ഫാരഡ് ആണ് കേട്ടോ. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എർത്ത് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഇസ് 711 മൈക്രോ ഫാരഡ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതാണ് കാര്യം. ഇനി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യം കൂടെയുണ്ട്. ഒരു സ്ഫിയർ, ഇതിൻ്റെ കപ്പാസിറ്റർ C1, ദിസ് ഈസ് കണക്റ്റഡ് ടു അനദർ കപ്പാസിറ്റൻസ് C2 ആൻഡ് ദിസ് റേഡിയസ് ഇസ് B and this guy's radius is A. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് ഈസ് 4πε0 A plus B. ഓക്കെ ആണല്ലോ. C is equal to 4πε0 times A plus B. ഓക്കെ ആണല്ലോ. ഇതൊന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് വൺ തിങ് വിച്ച് യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, സോ അതെല്ലാം കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിച്ച് ഇസ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കപ്പാസിറ്ററിൻ്റെ അറൗണ്ട് പകുതി എത്തിയിട്ടുണ്ട്. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഡൈഇലക്ട്രിക്സ് വെക്കുന്നത്, അതുപോലെ തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ 2 സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ കൂടിയാണ് ബാക്കിയുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ നോക്കട്ടെ. നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ, ഇത്ര നമ്മൾ കപ്പാസിറ്ററിനെ കുറിച്ച് ഒരുപാട് ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്തു. ഇത്രയും ആസ്പെക്ട്സ് എല്ലാവർക്കും ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഗ്രേറ്റ്. എല്ലാവരും ഒന്ന് ഇത് പറയാം കേട്ടോ. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. എന്താണ് ആർക്കും റെസ്പോണ്ട്? ഇപ്പോൾ ആൾക്കാർ കുറേ പേര് ക്വിറ്റ് ചെയ്ത് പോയി, എനിക്കറിയില്ല വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, സോ ഇരിക്കുന്നവരെന്തായാലും ഇരിക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ദ ബെസ്റ്റ് ക്ലാസ് വിച്ച് ഇസ് പോസിബിൾ കേട്ടോ. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഗ്രേറ്റ്, ഗ്രേറ്റ്. ഓക്കെ, സോ വി ആർ മൂവിങ് ഇൻ ടു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഡയഗ്രാം ചോദിക്കും. അപ്പോൾ എല്ലാവരും വരയ്ക്കുന്ന ഡയഗ്രാം ഇങ്ങനെയാണ്. ഇതാണ് എല്ലാവരുടെയും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ശരിയാണ്, ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദർ ഇസ് വൺ മോർ തിങ്. ഈ എഡ്ജിൽ ഇങ്ങനെയല്ല വരിക. ഓക്കെ, എഡ്ജിൽ ദർ ഇസ് സംതിങ് കോൾഡ് എസ്, എഡ്ജിൽ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത് കേട്ടോ.
ഇലക്ട്രിക് ഫീൽഡ് ബെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഓക്കെ ആണല്ലോ. ഇതെല്ലാ ഫാക്കൾട്ടീസും തെറ്റിച്ച് വരയ്ക്കും, അല്ലെങ്കിൽ അവർ വരയ്ക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ദിസ് പെർട്ടിക്കുലർ തിങ് ഇസ് നോൺ ആസ് എഡ്ജ് ഇഫക്റ്റ്. എഡ്ജ് ഇഫക്റ്റ്. ഓക്കെ ആണോ. ദിസ് ഇസ് നോൺ ആസ് എഡ്ജ് ഇഫക്റ്റ്. അതായത് രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഏറ്റവും മുകളിലും താഴെയും എത്തുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെയിറ്റ് ആയിരിക്കില്ല, ദേ ജസ്റ്റ് കേർവ്. ഓക്കെ അല്ല, അവർ ഒന്ന് കേർവ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എഡ്ജ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് നോൺ ആസ് എഡ്ജ് ഇഫക്റ്റ്. ഓക്കെ. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ്. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ദി കപ്പാസിറ്റൻസ്? C0 ഈസ് ഈക്വൽ ടു A∈0/d. അതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, ഫൈൻ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് ബിഫോർ മൂവിങ് ഫെർദർ. ഓക്കെ, സോ അവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത്, രണ്ട് പ്ലേറ്റ് ആണ് അല്ലേ കപ്പാസിറ്ററിലുള്ളത്. ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. രണ്ട് കപ്പാസിറ്ററിനിടയ്ക്ക് ഒരു കപ്പാസിറ്ററിലെ രണ്ട് പ്ലേറ്റിനിടയ്ക്ക് ഈ രണ്ട് പ്ലേറ്റ് ആണത്. ആ പ്ലേറ്റിനിടയ്ക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. കാരണം ഒന്ന് പോസിറ്റീവ് ഒന്ന് മൈനസ് ആകുമ്പോൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ദാറ്റ് ഫോഴ്സ് F ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം, ഫോഴ്സ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് എന്ന് കേട്ടോ. ഫോഴ്സ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഫോഴ്സ് F ഇസ് ഈക്വൽ ടു Q²/2ε0A, ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു 12ε0AE². ഓക്കെ ആണല്ലോ. ഇതാണ് ആ ഫോഴ്സ്. ഒരിക്കലും മറക്കരുത്. ഫോഴ്സ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഇസ് ഈക്വൽ ടു Q²/2ε0A, ദാറ്റ് ഈസ് ഈക്വൽ ടു 12ε0AE². ഓക്കെ ആണല്ലോ. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇനി നിങ്ങൾക്ക് ചോദിക്കാവുന്ന അടുത്തൊരു ഹൈലൈറ്റഡ് ഇക്വേഷനാണ്, വാട്ട് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ചിലപ്പോൾ ഇതേപോലെ തന്നെ ചോദിക്കും കേട്ടോ മക്കളെ. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ or energy density or electrostatic pressure. ഇതാണ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ദി എനർജി ഡെൻസിറ്റി ഓർ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഓഫ് എ കപ്പാസിറ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു യു എന്നാണ്, സ്മോൾ ലെറ്റർ യു എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പി എന്ന് പറയും. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറിനെയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12ε0E². സോ വാട്ട് ഈസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് വെച്ചാൽ ആൻസർ എത്രയാണ്? 12ε0E². ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് 12ε0E². ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 12ε0E². ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ബേസിക്കലി 12ε0E². ഓക്കെ, അവിടെ നിൽക്കട്ടെ. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നൗ വി ആർ കമ്മിങ് ടു ദ കൺസെപ്റ്റ് ഓഫ് സീരീസ് ആൻഡ് പാരലൽ. ഓക്കെ, സോ ഓക്കെ, നമുക്ക് സീരീസ് ആൻഡ് പാരലൽ കണക്ഷനൊക്കെ ഒന്ന് പോവാം. ഓക്കെ, ശ്രദ്ധിക്കാം. സോ സീരീസ് കണക്ഷൻ, അതായത് 3 കപ്പാസിറ്റർ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഈ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ തന്നെയാണ് കേട്ടോ. സോ ശ്രദ്ധിക്കുക, 3 കപ്പാസിറ്ററിനെ സീരീസ് ആക്കി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നെറ്റ് കപ്പാസിറ്റൻസ് ഈസ് 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ശ്രദ്ധിച്ചേ, C effective is equal to C1 plus C2 plus C3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ സീരീസ് ആണെങ്കിൽ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. പാരലൽ ആണെങ്കിൽ C is equal to C1 plus C2 plus C3. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ വെക്കുന്നത് നെക്സ്റ്റ് വി ആർ മൂവിങ് ടു നെക്സ്റ്റ് പടക്കം ഭാഗം വിച്ച് ഇസ് ദി ഡൈ ഇലക്ട്രിക് സ്ലാബ്. ഓക്കെ ആണല്ലോ. എഫക്റ്റ് ഓഫ് ഡൈ ഇലക്ട്രിക് സ്ലാബ് ഇൻസൈഡ് ദി കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ. സോ ഡൈ ഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്? നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. അപ്പോൾ സാറുമാരോട് ചോദിച്ചാൽ സാറുമാരെ ഇതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതൊന്നും അറിയാണ്ടാണ് നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നതൊക്കെ പല ആൾക്കാർ ചോദിക്കും. ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു വ്യക്തമായ ഉത്തരമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം. കാരണം ഞാൻ ഒരുപാട് കുട്ടികളോട് ചോദിക്കുമ്പോഴൊക്കെ
എല്ലാം അറിയാം, ബട്ട് സ്പെസിഫിക് ആയി ചോദിക്കേണ്ടത് വാട്ട് ഈസ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉത്തരമില്ല. നിങ്ങൾ എന്താ വിചാരിക്കുക, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്താ നിങ്ങൾ വിചാരിക്കും. സോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോടാ, ഒരു മെറ്റീരിയലിന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡിനെയാണ്. സോ ഇറ്റ് ഈസ് ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് എ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഡൗൺ. അതായത് ഒരു മെറ്റീരിയലിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡിനെയാണ് അതിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഡൗൺ. അതിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. ഒരു തവണ എയിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്നാണ്. അപ്പോൾ ഡയമെൻഷൻ ഇസ് m⁻1 l⁻1 t⁻³ a⁻⁻1. This is the നമ്മുടെ ഡയമെൻഷൻ ഓഫ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ അത് ഒന്ന് ആലോചിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഗിവ് സം എക്സാമ്പിൾസ് ഫോർ പോളാർ ഡൈഇലക്ട്രിക്സ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അത് എന്താണ്, വേറൊന്നുമില്ല. പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ പോലും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൂട്ടിമുട്ടൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് പോളാർ ഡൈഇലക്ട്രിക്സിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് അറിഞ്ഞാൽ മതി. പോളാർ ഡൈഇലക്ട്രിക്സ് എക്സാമ്പിൾ വാട്ടർ, ആൽക്കഹോൾ, HCl ഒക്കെയാണ്. അതുപോലെ നോൺ പോളാർ ഡൈഇലക്ട്രിക്സിന് എക്സാമ്പിളാണ് നൈട്രജൻ, ഓക്സിജൻ, ബെൻസീൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇനി എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ് എടുക്കാം. ഓക്കെ ആണല്ലോ. ഒരു പുറത്തുനിന്ന് എപ്പോഴും നമ്മൾ പറയുക ഇൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. ഇൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് പുറത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ, ഇഫ് ദർ ഇസ് എൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇൻ ആൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് വിൽ നോട്ട് കോയിൻസൈഡ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് പുറത്തുനിന്നില്ലെങ്കിൽ അതിന് പ്ലസ് ചാർജും മൈനസ് ചാർജും കൂട്ടിമുട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. അല്ല ഇനി അത് കൂട്ടിമുട്ടും എന്നാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോൺ പോളർ ഡൈഇലക്ട്രിക് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ, അതിനെയാണ് നമ്മൾ നോൺ പോളർ ഡൈഇലക്ട്രിക് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത കാര്യം എന്തിലുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻസൈഡ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് അതിലൂടെ ഒന്ന് പോവാം. ഡൈഇലക്ട്രിക് ഇൻസൈഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡൈഇലക്ട്രിക് പ്ലേറ്റ് ഇൻസൈഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് വയ്ക്കുകയാണെന്നുള്ള അവസ്ഥ. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം. ഇങ്ങനെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു ഡൈഇലക്ട്രിക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് T ആണ് തന്നിട്ടുണ്ട്. εr ആണ് അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടുള്ളത്. ടോട്ടൽ ഡിസ്റ്റൻസ് D ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് C is equal to A∈0/D - T × 1 - 1/εr. ഇതാണ് എന്ത്, capacitance of a dielectric inside a parallel plate capacitor. Okay ആണല്ലോ. അപ്പോൾ if a dielectric slab of thickness T is kept inside a capacitor, the capacitance will be C is equal to A∈0 divided by D minus T into 1 minus 1/εr. അടുത്തത്, suppose that same capacitor, ഓക്കെ, പക്ഷേ ഇപ്പം എന്ത് പറ്റിയെന്നറിയോ, that dielectric stuff is total inside, മൊത്തം ഉണ്ട്, മറ്റേപോലെ ഒരു ഭാഗമല്ല, മൊത്തം കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ, εr. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി കപ്പാസിറ്റൻസ്? C is equal to A∈0 εr/d. C is equal to A∈0 εr/d. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇത് കുറേ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞ കപ്പാസിറ്റർ ഡീറ്റെയിൽ ആയിട്ട് വേണം, ഇപ്പം എന്താ വേണ്ടെന്നായോ? എടാ അത് കപ്പാസിറ്റർ ഞാൻ എല്ലാ പോസിബിൾ കേസും ഞാൻ പറയുന്നുണ്ട്.
നിങ്ങൾക്ക് അത്ര വേണ്ട ഡീറ്റെയിൽ ആയിട്ട്, നിങ്ങൾക്ക് വളരെ കുറച്ച് മതിയോ? ശരിക്കും ഇനിയും ഉണ്ട് കേട്ടോ, ഇനി ഞാൻ കപ്പാസിറ്ററിലേക്ക് കയറുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടാവും കപ്പാസിറ്റർ. ബുദ്ധിമുട്ടാവുമോ? കുറച്ച് ഇക്വേഷൻസ് കൂടെ തന്നു കഴിഞ്ഞാൽ പോസിബിൾ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ കപ്പാസിറ്ററിനെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ? നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം, എനിക്ക് സന്തോഷമുള്ളൂ എന്താണെങ്കിലും. ദിസ് ഇസ് എ സെക്കൻഡ് കേസ്. ഇനി തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് കപ്പാസിറ്റർ ഈസ് partially filled with a conducting slab of thickness T. ഓക്കെ ആണല്ലോ. ഒരു തിക്നെസ് T ആയിട്ടുള്ള, ഇവിടെ എന്താ വ്യത്യാസം വെച്ചാൽ നമ്മളൊരു പക്ക കണ്ടക്റ്റിംഗ് സ്ലാബാണ് വെക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇങ്ങനെ T ആണിത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി വിൽ ബി ഇൻഫിനിറ്റി. അതാണ് കാര്യം കേട്ടോ. വാട്ട് ഹാപ്പൻസ് ഇസ്, നമുക്ക് ഒരു കണ്ടക്റ്റിംഗ്, അതായത് ഒരു കണ്ടക്റ്റിംഗ് സ്ലാബാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി വിൽ ബി ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ, ദ റിലേറ്റീവ് പെർമിയബിലിറ്റി വിൽ ബി ഇൻഫിനിറ്റി. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കപ്പാസിറ്റർ? കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു A എപ്സിലോൺ 0 ബൈ D മൈനസ് T. ഓക്കെ ആണല്ലോ, അതാണ് ഒരു കപ്പാസിറ്റൻസിൻ്റെ. ഓക്കെ ആണല്ലോ. ഐ ജസ്റ്റ് പ്രോമിസ് യു, ഞാൻ പറഞ്ഞല്ലോ ഈ കപ്പാസിറ്റൻസ് ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏത് ബുക്ക് നോക്കിയാലും കിട്ടാത്ത അത്രയും ഇൻഫോർമേഷൻ ആൻഡ് കൺസെപ്റ്റ്സ് അബൌട്ട് കപ്പാസിറ്റൻസ് സാർ തന്നിരിക്കും. അത്രയും നിങ്ങൾ ലാസ്റ്റ് കപ്പാസിറ്റൻസ് ഒന്ന് മറച്ചു നോക്കുക. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി എമൗണ്ട് ഓഫ് ഇക്വേഷൻസ് ആൻഡ് കൺസെപ്റ്റ്സ് ഐ ഹാവ് ഗിവൺ യു. ഓക്കെ ആണല്ലോ, ദെൻ യു വിൽ സ്റ്റാർട്ട് താങ്കിങ് മീ. ഓക്കെ സോ ദാറ്റ് ഈസ് വൺ തിങ്. ഓക്കെ ആണല്ലോ. അടുത്തൊരു കാര്യമാണ്, അടുത്ത സാധനം പറഞ്ഞിട്ടുണ്ടോ, അടുത്ത സാധനം നമ്മൾ വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു വൺ മോർ സ്മോൾ ടോപ്പിക് വിച്ച് ഈസ് നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ. ഓക്കെ ആണല്ലോ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് അതിന് നോർമലായിട്ട് പുറത്തേക്ക്, ഒരു കണ്ടക്ടറിൻ്റെ പുറത്തേക്ക് പോകുന്നൊരു പ്രഷറാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ P ഇലക്ട്രോസ്റ്റാറ്റിക്, അതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ കാണാൻ ചോദിക്കും. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 വേർ സിഗ്മ ഇസ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ, വേർ സിഗ്മ ഇസ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി കേട്ടോ. അപ്പോൾ ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഓക്കെ, ഇനി വി ആർ മൂവിങ് ടു സംതിങ്. ഇത് വളരെ റെയറായിട്ട് കുറച്ച് കാര്യം, ഇപ്പോൾ വളരെ റെയറായിട്ടാണ് ഈ ടോപ്പിക്ക് പഠിപ്പിക്കാറ്. ഇത് നിങ്ങൾക്ക് ലിക്വിഡിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഇക്വിലിബ്രിയം ഓഫ് എ സോപ്പ് ബബിൾ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ നമ്മളേക്ക് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കാം, ഞാനൊരു സോപ്പ് ബബിൾ എടുക്കുകയാണ്. ഓക്കെ, ഐ ആം ടേക്കിംഗ് എ സോപ്പ് ബബിൾ. ഓക്കെ, ഒരു സോപ്പ് ബബിൾ എടുക്കുകയാണ്. ഒരു സോപ്പ് ബബിൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ആർ ദി ഫോഴ്സസ് ആക്ടിങ് or pressure acting on soap bubble, on charged soap bubble ട്ടോ, on a charged soap bubble. 4 ഫോഴ്സാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ. ഓക്കെ, ഈ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളും. ഓക്കെ ആണല്ലോ, സർഫസ് ടെൻഷനാണ് പുറത്തേക്ക് സർഫസ് ടെൻഷൻ പുൾസ് ഇറ്റ് ഇൻവേർഡ്സ്. നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് സർഫസ് ഏരിയ കുറയ്ക്കാനാണ് അല്ലേ. സോ ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻവേർഡ്. രണ്ടാമത് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഈസ് ഡ്യൂ ടു എയർ ഔട്ട്സൈഡ് ബബിൾ. അതിന് നമ്മൾ PO എന്നാണ് പറയുക. പുറത്തുനിന്നുള്ളതിന് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് പ്രഷർ ഇങ്ങനെ കൊടുക്കും, അതിനെ ചുരുക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇൻവേർഡ് പ്രഷർ. മൂന്നാമത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ PE വിച്ച് ഈസ് ഔട്ട്വേർഡ് പ്രഷർ. ഓക്കെ ആണല്ലോ, ഇത് പുറത്തേക്ക് ആക്ട് ചെയ്യുന്നതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറാണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് എയർ ഇൻസൈഡ് ബബിൾ. അതിനെ PI എന്ന് വിളിക്കും. ദിസ് ഈസ് ആൻ ഔട്ട്വേർഡ് പ്രഷർ. ഓക്കെ ആണല്ലോ. സോ മനസ്സിലാക്കുക, എന്താണ്? 4 ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് സർഫസ് ടെൻഷൻ ഉള്ളിലേക്ക്, 2 പുറത്തുള്ള എയർ ഉള്ളിലേക്ക് തള്ളുക, മൂന്നാമത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ വിച്ച് ഈസ് ആക്ടിങ് ഔട്ട്വേർഡ്സ്, പിന്നുള്ളത് എയർ ഇൻസൈഡ് ദി ബബിൾ വിച്ച് ഈസ് ഓൾസോ ആക്ടിങ് ഔട്ട്വേർഡ്സ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇതാണ്. സോ ദിസ് ആർ ദി ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം 4 ഫോഴ്സാണ് എന്ത് പറ്റുന്നത്? നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോപ്പ് ബബിളിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ വാട്ട് ഈസ് ദി എന്താണ് ഫൈനൽ ഇക്വേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ.
40/r is equal to sigma square by 2 epsilon. So ഇതൊരു ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെയാണ് എഴുതുക. അതായത് ഈ പോയിന്റ് where T is the surface tension. So basically surface tension will be balanced by all other forces എന്നാണ് പറയാം. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 4T/r is equal to sigma square by 2 epsilon 0. ഓക്കെ ആണല്ലോ, ഫൈൻ. അത് നമ്മൾ എടുക്കുന്ന കാര്യം പി ഇൻറ്റേർണൽ ഈക്വൽ ടു പി എക്സ്റ്റേണൽ കേട്ടോ. അത് കുറച്ച് വലിയ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് ആവശ്യം പോലും ഇല്ല, സാർ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ഇൻവേർട്ട് ഫോഴ്സും ഔട്ട്വേർഡ് ഫോഴ്സും പരസ്പരം ഈക്വൽ ആണെന്ന് വിചാരിക്കും. എന്നിട്ട് ഇതിനെ പരസ്പരം നമ്മൾ അങ്ങ് എന്ത് ചെയ്യും, ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ഫ്രം വേർ ഡിഡ് യു ബിൽഡ് യുവർ കൺസെപ്റ്റ്സ് ദിസ് സ്ട്രോങ്? ആക്ച്വലി മൈ ഹോൾ കൺസെപ്റ്റ്സ് കെയിം ഫ്രം മൈ എക്സ്പീരിയൻസ്. ഓക്കെ, ഞാൻ ഇങ്ങനെ 4-5 വർഷമായിട്ട് പഠിപ്പിച്ച് നമുക്ക് ഓരോ തവണ പഠിപ്പിക്കുമ്പോഴേക്കും നമുക്ക് വി ഹാവ് എ ഡിഫറെൻറ്റ് ഇൻസൈറ്റ് അബൌട്ട് ദ ചാപ്റ്റർ അല്ലേ. അപ്പം അങ്ങനെ പഠിപ്പിച്ച് എനിക്ക് കിട്ടിയ ഒരു കൺസെപ്റ്റാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് ഐ ഹാവൻ ലേൺ ഫിസിക്സ് എനിത്തിങ് ഫ്രം ഔട്ട്സൈഡ് അല്ല. നിങ്ങളെപ്പോലെ 12th നിർത്തിയതാണ്. ദെൻ ഓൾ ഐ വാസ് ലേണിംഗ് വാസ് ബയോളജി, റൈറ്റ്? ഓക്കെ സാർ, ഇതിനെ ബേസ് ചെയ്ത് 2022 നീറ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓ റിയലി? ഞാൻ ആ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടോ, സോറി. എന്നാൽ അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഡു ചെക്ക് ഇറ്റ് ഔട്ടോ. പാർവതി, ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ സാർ, ചാർജ്ഡ് ബബിളിന് റേഡിയസ് ഇൻക്രീസ് ചെയ്യില്ല. ചെയ്യാണ്ടിരിക്കാനുള്ള കാരണമാണ് എന്ത്? പുറത്തുനിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ സർഫസ് ടെൻഷനും പുറത്തുനിന്നുള്ള ഫോഴ്സും പരസ്പരം ബാലൻസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ ആണോ? ദേ വിൽ ബി ബാലൻസിങ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത കോമ്പിനേഷൻ നമ്മുടെ വെള്ളത്തുള്ളിയുടെ അവസാന കാരണമാണ് കോമ്പിനേഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ചാർജ് ഡ്രോപ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ലെറ്റ് ദർ ബി n ഡ്രോപ്സ്. ഇത് കൂടി ചേർന്ന് ഒരൊറ്റ ഡ്രോപ്പായി ഓഫ് ക്യാപിറ്റൽ ലെറ്റർ R. ദിസ് ഇസ് n ടൈനി ഡ്രോപ്സ്. ഓക്കെ ആണല്ലോ. ഇഫ് ദർ ഇസ് n ടൈനി ഡ്രോപ്സ്, മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ചാർജ് കൺസർവേഷൻ അല്ലേ. ദർ ഇസ് ചാർജ് കൺസർവേഷൻ. എന്താണ്? ഈ എൻറ്റയർ ഡ്രോപ്പിലുള്ള ചാർജ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ വലിയ ഡ്രോപ്പിൽ എത്തുക ആണല്ലോ. ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതായത് Q ടോട്ടൽ ചാർജ്, ഇതാണ് Q എന്ന് പറയുന്നത്, NQ ആയിരിക്കും. വേർ സ്മോൾ ലെറ്റർ Q ഇസ് ദ ചാർജ് ഓൺ ഈച്ച് ടൈനി ബബിൾ. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് ദർ വിൽ ബി വോളിയം കൺസർവേഷൻ ഓൾസോ. വോളിയം കൺസർവേഷൻ എന്താണ്? 4/3 pi r³ എന്ന് പറയുന്നത് n ടൈംസ് എന്ന് പറയുന്നത് 4/3 pi r³ ആയിരിക്കും. അതായത് സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെയാണ്. അത് n വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ n × 4/3 pi r³ എന്ന് പറയുന്നത് 4/3 pi ക്യാപിറ്റൽ ലെറ്റർ r³ ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ലാർജർ ബബിൾ? ലാർജർ ബബിളിൻ്റെ B, അതാണ് വലിയ ബിഗ് ബബിൾ. CB is equal to n⁻⁴ capacitance of small bubble. Okay ആണല്ലോ. So capacitance of big bubble is equal to n⁻⁴ capacitance of small bubble. Okay ആണല്ലോ, അതാലോചിക്കുക. And what is the surface charge density of big bubble? That is also n⁻⁴ surface charge density of small bubble. Okay ആണല്ലോ. What is electric field of big bubble? That is also n⁻⁴ surface electric charge of small bubble. Okay ആണല്ലോ. And only exception is what is the potential of large bubble? Potential of large bubble is n⁻²3 potential of small bubble. Okay ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ചോദ്യമാണ് കേട്ടോ മക്കളെ, ഇത് മൊത്തം ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. So EB, what is the capacitance, what is the voltage, what is the electric field, what is the surface charge density, ഇതെല്ലാം ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. സാർ ഇത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരുമോ? അയ്യോ സോറിയുടെ ഇന്നൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. പറ്റുമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു കറണ്ട് ഇലക്ട്രിസിറ്റി ഞാൻ തന്നെ എടുക്കുന്നുണ്ടാവുക, അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവരാം കേട്ടോ. ഞാനൊന്ന് ആഡ് ചെയ്യാൻ മറന്നുപോയി, എല്ലാം കൂടെ ആഡ് ചെയ്യാം. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ ഡെഫിനറ്റ് ഐ വിൽ ഡു ക്വസ്റ്റ്യൻസ്, അതിലൊരു ഡൗട്ടുമില്ല. എല്ലാ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ വിത്ത് ആൻസേഴ്സ്. നീതു ഫുൾ എടുക്കണേ. ഫുൾ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നീതു ഉദ്ദേശിച്ചത് ഈ ചാപ്റ്റർ ആണോ അത് എൻറ്റയർ ഫിസിക്സ് ആണോ? ഈ ചാപ്റ്റർ എന്തായാലും ഫുൾ എടുക്കാം. എൻറ്റയർ ഫിസിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, നമുക്ക് ഒറ്റയ്ക്ക് എടുത്ത് ഒന്നാമത്തെ കാര്യം എനിക്ക് പറ്റില്ല, ഒരുപാട് ചാപ്റ്റേഴ്സ് ഒരുപാട് ക്ലാസ്സസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ബട്ട് ഐ വിൽ ട്രൈ. ഞാൻ പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെജോറിറ്റി ഇപ്പം ഞാൻ അതാണ് ആദ്യമേ ഈ ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ, കറണ്ട് ഇലക്ട്രിസിറ്റി, കാരണം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. നല്ല ബേസ് വേണ്ട ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് സാർ ഈ ചാപ്റ്റർ വന്നത്. അതുപോലെ ഇതേപോലത്തെ നല്ല അടിപൊളി നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ
കമൻറ്റ് ചെയ്യാം. ഞാൻ ഏതെങ്കിലും സ്പെസിഫിക് ചാപ്റ്ററിൽ വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു കം. അപ്പോൾ ഈ 3 ചാപ്റ്റർ ഞാൻ വരുന്നുണ്ട്. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ചാപ്റ്റർ ഞാൻ എടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ജസ്റ്റ് കമൻറ്റ്, ഐ വിൽ ബി സോ ഹാപ്പി. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, so that is it. So we are moving into the next topic, which is energy density. Energy density. Energy density എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വോളിയാണ്. യു എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് സിഗ്മ സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 ആണ് കേട്ടോ. അത് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ യൂണിറ്റ് ഈസ് ജൂൾ പെർ മീറ്റർ ക്യൂബ്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ വോളിയം. ഓക്കെ ആണല്ലോ, അതിനെയാണ് നമ്മൾ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പിന്നെ പഠിച്ചാലും മതി. ഇത് നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന കാര്യമാണ്. സാർ അതാണ് ഒരു ടേബിളാക്കി തന്നത്. ഒരിക്കലും ഇത് തെറ്റിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്ററിൽ ഒരു മീഡിയം നമ്മൾ ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഇത് നോക്കാം. നമ്മളൊരു മീഡിയം ഫില്ല് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിലെ ചാർജിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 2 കപ്പാസിറ്ററിനടുത്ത് ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. നീ അതിൻ്റെ മീഡിയം കൂട്ടിയാലും ചാർജിൽ വ്യത്യാസം ഉണ്ടാവില്ല, ഡിസ്റ്റൻസ് കൂട്ടിയാലും ചാർജിൽ വ്യത്യാസം ഉണ്ടാവില്ല, ഏരിയ കൂട്ടിയാലും ചാർജിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം അതിനകത്തുള്ള ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലായോ? അടുത്ത കാര്യം വോൾട്ടേജ് ആണ്. വോൾട്ടേജ് എന്ത് പറ്റും? ഒരു മീഡിയം ഇട്ട് കഴിഞ്ഞാൽ കുറയും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂട്ടിയാൽ കുറയും, അല്ലെങ്കിൽ ഏരിയ കൂട്ടിയാലും കുറയും. അതാണ് ഡിക്രീസസ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ, ശ്രദ്ധിച്ചേ, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരു മീഡിയം ഇട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കുറയും, ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അൺചേഞ്ച്ഡ്. അതുപോലെ ഏരിയ കൂട്ടിയാലും ഇലക്ട്രിക് ഫീൽഡ് കുറയും. അങ്ങനെയാണ് ഈ ടേബിൾ പഠിക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് ശ്രദ്ധിച്ചേ, ഒരു മീഡിയം കൂട്ടുക. ഞാൻ പറഞ്ഞു, ഒരു കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ കപ്പാസിറ്റൻസ് കൂടും. ഡിസ്റ്റൻസ് കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂട്ടും, ഏരിയ കൂട്ടിയാൽ കപ്പാസിറ്റൻസ് കൂട്ടും. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അബൌട്ട് എനർജി ഡെൻസിറ്റി, ഒരു മീഡിയം ഇടുകയാണെങ്കിൽ എനർജി ഡെൻസിറ്റി കുറയും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണെങ്കിൽ എനർജി ഡെൻസിറ്റി കുറയും. അതുപോലെ ഏരിയ കുറയ്ക്കുകയാണെങ്കിലും എനർജി ഡെൻസിറ്റി കുറയും. ഓക്കെ ആണല്ലോ. AC വേണം സർ. ചാപ്റ്റർ AC ഓൾറെഡി വേറെ ഫാക്കൾട്ടി ഇട്ടിട്ടുണ്ട്. എൻ്റെ AC കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീക്ക് അവസാനം ആകുമ്പോഴേക്കും നമ്മുടെ റിപ്പീറ്റേഴ്സിൻ്റെ മെറ്റീരിയലിൽ എൻ്റെ AC കയറും കേട്ടോ. പിന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ആൻഡ് മാറ്ററും ഞാൻ ക്യാപ്സ്യൂളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടും. റയോപ്റ്റിക്സ് വേണം. ഓക്കെ, റയോപ്റ്റിക്സ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. AC ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ. സർ ഫ്ലൂയിഡ് എടുത്തരുണ്ട്. ഓക്കെ ഫൈൻ, ഫ്ലൂയിഡ് എടുക്കാം കേട്ടോ. ഫ്ലൂയിഡ്സ് ആൻഡ് മൂവിങ് ചാർജസ് ഞാൻ അടിപൊളിയായിട്ട് ഇതെടുത്ത പോലെ തന്നെ നമ്മുടെ ക്യാപ്സ്യൂളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേവ് ഓപ്റ്റിക്സും എടുക്കണേ. അപ്പോൾ റയോപ്റ്റിക്സ്. ഓക്കെ, എനിക്ക് നല്ല അടിപൊളി പണിയാണല്ലോ മക്കളെ നിങ്ങൾ തരുന്നത്. ഞാൻ റയോപ്റ്റിക്സ് കയറാൻ നോക്കാം കേട്ടോ. റയോപ്റ്റിക്സ് ഞാൻ മാക്സിമം കയറാൻ നോക്കാം. ഐ ഡെഫിനറ്റ്ലി ട്രൈ. ഓക്കെ, സോ ബാറ്ററി ഡിസ്കണക്റ്റ് ആകുമ്പോൾ വന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ദിസ് ഇസ് ബാറ്ററി കണക്റ്റ് ആയിട്ടിരിക്കും. ഇത് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇനി ബാറ്ററി കണക്റ്റഡ് ആയിട്ടിരിക്കും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, അധികം പറഞ്ഞ് സമയം കളയാനില്ല. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ചാർജിന് എന്ത് പറ്റും, വോൾട്ടേജിന് എന്ത് പറ്റും, ഇലക്ട്രിക് ഫീൽഡ് എന്ത് പറ്റും, കപ്പാസിറ്റൻസിന് എന്ത് പറ്റും, യുവിന് എന്ത് പറ്റും, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എല്ലാം കൂടെ പറഞ്ഞ സമയം ഉണ്ടാവില്ല. ഇറ്റ്സ് ഓൾറെഡി 12. എനിക്കൊരു 15 മിനിറ്റിനുള്ളിൽ ചാപ്റ്റർ തീർക്കണം, അതുകൊണ്ടാണ്. അതുപോലെ കോമ്പിനേഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് കോമ്പിനേഷൻ ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ്സ് ആണ് കേട്ടോ. സോ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഓൾമോസ്റ്റ് ഡൺ വിത്ത് ദ ചാപ്റ്റർ. ഓക്കെ, സോ കോമ്പിനേഷൻ ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ് ശ്രദ്ധിക്കാം. അതിൽ പഠിക്കാനുള്ള കോമ്പിനേഷൻ, ഒന്നാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പകുതിയാക്കി ഇവിടെ ഒരു ε1 ε2, ഇതിൻ്റെ ലെങ്ത്ത് D1, ഇതിൻ്റെ ലെങ്ത്ത് D2, മൊത്തം ലെങ്ത്ത് D. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ C is equal to A ε0/D into 2 εr1 into εr2 divided by εr1 plus εr2. ഓക്കെ ആണല്ലോ. ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. സോ ദിസ് ഇസ് A1, ദിസ് ഇസ് A2, ദിസ് ഇസ് ε1, ദിസ് ഇസ് ε2. ആദ്യം നടുക്കായിരുന്നു, ഇപ്പം ഇങ്ങനെയായി. സോ ഹിയർ C is equal to A ε0/D into εr1 plus εr2 divided by 2.
ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ പഠിക്കേണ്ട, എങ്ങനെ വന്നു എന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഫൈൻ. വെയിറ്റ്, ഇതിങ്ങനെയല്ല. എ എപ്സിലോൺ 0/2 വെയിറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു this is equal to epsilon 0/d into epsilon r1 a1 plus epsilon r2 a2 ആണ് കേട്ടോ. ഓക്കെ ആണ്, ഇങ്ങനെയാണ് വരിക. ആൻഡ് ഇഫ് a1 is equal to a2, കറക്റ്റ് ഇത് പകുതി a/2 ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അപ്പം ഞാൻ എഴുതിയ ഇക്വേഷൻ പറ്റും c is equal to a epsilon 0/d into epsilon r1 plus e r2/2. അങ്ങനെയാണെങ്കിൽ മാത്രം അതെടുക്കാം. ഓക്കെ ആണല്ലോ? സോ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, now we are coming to sharing of charges. So sharing of charges ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് എന്താണ് ചാർജ് വെച്ചിട്ടുണ്ട് ആൻഡ് വി ആർ കണക്റ്റഡ്. അപ്പോൾ എന്ത് പറ്റും? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് കൊടുക്കും. ആൻഡ് ഫൈനലി ദേ വിൽ അക്വയർ എ കോമൺ പൊട്ടൻഷ്യൽ വി. ദാറ്റ് കോമൺ പൊട്ടൻഷ്യൽ ഇസ് ഗിവൺ ബൈ C1V1 പ്ലസ് C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. കോമൺ പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു C1V1 പ്ലസ് C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി വാട്ട് ഈസ് ദ ചാർജസ് ആഫ്റ്റർ കണക്ഷൻ എന്ന് ചോദിക്കും. കണ്ടോ അവിടെ Q1 Q2 നമ്മളിത് രണ്ടെണ്ണം കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ഒഴുകും അല്ലേ? അവസാനം ഫൈനലി ഒരു ചാർജ് ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് Q1 ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു C1V വിച്ച് ഈസ് C1 ബൈ C1 പ്ലസ് C2 ഇൻറ്റു Q. അതുപോലെ Q2 ഡാഷ് ഇസ് ഈക്വൽ ടു C2V, ദാറ്റ് ഈസ് ഈക്വൽ ടു C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു Q. ഓക്കെ ആണല്ലോ? ഇതാണ് ഫൈനൽ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ചെറിയൊരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് Q1 ഡാഷ് ബൈ Q2 ഡാഷ് ഇസ് ഈക്വൽ ടു C1V ബൈ C2V, ദാറ്റ് ഈസ് ഈക്വൽ ടു R1 ബൈ R2. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഓരോന്നിൻ്റെയും റേഷ്യോ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഒരു ഭാഗത്ത് ഒരൊറ്റ സ്ഥലത്ത് K ആണ്, മറ്റേ സ്ഥലത്തില്ലെങ്കിൽ ഇടയിൽ കൂടെ ഗുഡ് നൈറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ. എടാ ഗുഡ് നൈറ്റ് പറയാൻ ആയിട്ടില്ലടാ, 2:06 10 മിനിറ്റ് കൂടെ കേട്ടോ, 10 മിനിറ്റ് കൂടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കൂടെ മതി കേട്ടോ. ഈ ഇതുകൂടെ ഇതാക്കുക. ഒരു സൈഡിൽ എയറും മറ്റേ സൈഡിൽ കപ്പാസിറ്ററും ആണെങ്കിൽ ആദ്യത്തേൽ 2K/K+1, അടുത്തേൽ K+1/2, അടുത്തേൽ സാധാ C. ഓക്കെ, ഫിസിക്സ് ഏത് ചാപ്റ്ററൊക്കെ NCERT റീഡ് ചെയ്യേണ്ടത്? ഷസ ഐ തിങ്ക് നമുക്കത് അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓർത്ത് വെച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ടൈം ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? എനിക്കൊരു 5 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ചാർജിങ് ആണ്. ചാർജിങ് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് സിലബസിലില്ല. ഞാൻ നോക്കിയ സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് എത്രയോ കാലമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല എബൌട്ട് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഓക്കെ ആണല്ലോ? ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നമുക്കിപ്പോൾ ഇതൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ AC ആവശ്യമുണ്ട്, ബട്ട് ഇതിൽ ആവശ്യമില്ല. നോബഡി ഈസ് ആസ്കിങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതും കൂടെ പറയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല. ഞാൻ എടുത്തു, ബട്ട് അത് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തല അങ്ങ് പുകഞ്ഞൂല്ല. കാരണം ഓൾറെഡി കപ്പാസിറ്റൻസിൽ ആവശ്യം കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് ബാക്കി സമയം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കൂടെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇല്ല, ഒന്ന് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അത് ആക്ച്വലി ചോദിക്കാറില്ല. ഓക്കെ, വി ആർ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ പെട്ടെന്ന് നിർത്താം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ പെട്ടെന്ന് നിർത്താം കേട്ടോ. നമുക്കിപ്പോൾ നൗ ഇറ്റ്സ് 2:12 അല്ലേ? നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് 12:04. അറൗണ്ട് ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ലെറ്റ്സ് ട്രൈ ടു ഡു ഇറ്റ്. സോ 2 metallic spheres of radii 1 centimeter and 3 centimeter are given charges of -1 into 10⁻², and 5 into 10⁻². Then final charge എന്ന് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം കോമൺ പൊട്ടൻഷ്യൽ V is equal to Q1 plus Q2 by C1 plus C2. So this is -1 into 10⁻² plus 5 into 10⁻² whole divided by 4 pi epsilon 0 R1 plus 4 pi epsilon 0 R2. അതാണ് C1 ഉം C2 ഉം അല്ലേ? ശ്രദ്ധിക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 into 10⁻², 5 minus 1, 4 pi epsilon 0 into ആദ്യത്തേൻ്റെ ഇത് എത്രയാടാ? 1ഉം 3ഉം അല്ലേ? സോ 1 into 10⁻² പ്ലസ് 3 into 10⁻². ഓക്കെ ആണല്ലോ? സോ 4ഉം 4ഒക്കെ വെട്ടിപ്പോയി. ആൻഡ് വാട്ട് യു ഗെറ്റ് ഫൈനലി ഈസ് 1/4 pi epsilon 0. So V കിട്ടി. So what is the final charge? Q is equal to on C2V, bigger sphere എന്ന് പറയുമ്പോൾ 3 centimeter സ്ഫിയർ അല്ലേ?
സോ അതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? 4 pi epsilon 0 into R. R എന്ന് പറയുന്നത് 3 ആണ്. സോ 3 into 10 raised to minus 2 into V is 1 by 4 pi epsilon 0. സോ ഇത് വെട്ടിപ്പോയി. ആൻസർ ഇസ് 3 into 10 raised to minus 2 കൂളം. ഓക്കെ ആണല്ലോ? ആൻസർ ഇസ് 3 into 10 raised to minus 2 കൂളം. ഓക്കെ, ആൻസർ ഇസ് ബി. ഓക്കെ ആണല്ലോ? ആൻസർ ഇസ് ബി. അടുത്തത്, 2 metallic sphere of radii 1 cm and 2 cm are given charges 10 raised to minus 2 and 5 into 10 raised to minus 2. The final charge on the smaller sphere. നേരത്തെ പറഞ്ഞത് ബിഗർ സ്ഫിയർ ആയിരുന്നു, ഇപ്പോൾ സ്മോളർ സ്ഫിയർ ആണ്. ഓക്കെ ആണല്ലോ? ഇത് ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. Q1 plus Q2 by C1 plus C2 ചെയ്യുക. ഇവിടെ C2Vന് പകരം ഇവിടെ Q is equal to C1V. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ ഇട്ടത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാനും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 into 10 raised to minus 2 ആണ് കേട്ടോ. നിങ്ങളിത് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ആൻസർ ഇസ് ഡി കേട്ടോ. ഇതേപോലെ തന്നെ ആദ്യം ഇവിടെ Q1 10 raised to minus 2 ആണ്, Q2 5 into 10 raised to minus 2 ആണ്. C1 കണ്ടുപിടിക്കാൻ R1 ഉം R2 തന്നിട്ടുണ്ട്, അത് ഡിവൈഡ് ചെയ്യുക. മുന്നത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത്, ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് of isolated parallel plate capacitor. So what is force? F is equal to Q square by 2A epsilon 0. നിങ്ങൾ അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. This is independent of the distance between the plates. This is independent of the distance between the plate. കാരണം F is equal to Q square by 2 epsilon 0 ആണ്. ഇവിടെ എപ്പോഴും ഇവിടെ എവിടെയും ഡീനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പ്ലേറ്റ്സിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യം അക്കൗണ്ടിലേക്ക് എടുക്കണ്ട. സോ F is equal to Q square by epsilon 0. If you remember, this is NEET 2018 paper. This question paper which changed my life. ഞാനിവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എത്താനുള്ള കാരണം വാസ് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദിസ് ഡേ May 5th of 2018 വിൽ ബി മൈ മോസ്റ്റ് ഹാപ്പി ഡേ എവർ അല്ലേ? പ്രോബബ്ലി June 5th അന്നായിരുന്നു റിസൾട്ട് വന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കാം. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് കപ്പാസിറ്റി സി, ഡിസ്റ്റൻസ് ഓഫ്, നിങ്ങൾ പറയുന്നത് ശരിയാട്ടോ, എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ആദ്യം പറഞ്ഞത് രജുലായിരുന്നു, ഫോളോഡ് ബൈ അർജുൻ, റൈഹാന, എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ. ഗ്രേറ്റ്. എ പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഹാസ് കപ്പാസിറ്റി സി, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇസ് ഡി, പൊട്ടൻഷ്യൽ ഇസ് പി, അപ്ലൈഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ചോദിച്ചത് നമുക്കറിയാം. F is equal to Q square by 2 epsilon 0 A. ഓക്കെ ആണല്ലോ? ഫൈൻ. പക്ഷെ നമുക്കറിയാം Q is equal to CV. അതുപോലെ തന്നെ അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു C square V square by 2 epsilon 0 A. പക്ഷേ C is equal to A epsilon 0 by D അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു A square epsilon 0 square by D square into 2 epsilon 0 into A into V square. ഓക്കെ ആണല്ലോ? സോ ഇത് വെട്ടിപ്പോയി, A വെട്ടിപ്പോയി. സോ വാട്ട് ഡു യു ഗെറ്റ്? സോ ദിസ് ഇസ് ഈക്വൽ ടു, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, A epsilon 0 by D എന്ന് പറയുന്നത് C ആണ്. Therefore A epsilon 0 equal to CD അല്ലേ? അപ്പോൾ എവിടേക്ക് CD ഉണ്ടോ അവിടെ എനിക്ക് എന്ത് കൊടുക്കാം? A epsilon 0 എന്ന് കൂടെ കൊടുക്കാം. സോ ശ്രദ്ധിക്കാം, ഇവിടെ A epsilon 0 എന്നുണ്ട് അല്ലേ? സോ അവിടെ എനിക്ക് എന്ത് കൊടുക്കാം? CD എന്ന് കൊടുക്കാം. സോ CD ഇൻറ്റു V സ്ക്വയർ ബൈ D സ്ക്വയർ ഇൻറ്റു 2. സോ ഈ ഡിയും വെട്ടിപ്പോയി. ഓക്കെ ആണല്ലോ? സോ ദ ആൻസർ ഇസ് CV square by 2D. ആൻസർ ഇസ് CV square by 2D. ഓക്കെ ആണല്ലോ? CV square by 2D. ആൻസർ ഇസ് D, CV square by 2D. ഓക്കെ ആണല്ലോ? സാറിന് ഫിസിക്സിന് നല്ല മാർക്സ് ആയിരുന്നു നീറ്റിന്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വരാനുള്ള ഒരേ ഒരു കാരണം ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൽ എനിക്ക് 180ൽ 170 ആയിരുന്നു. ഞാൻ ഫുൾ അറ്റംപ്റ്റ് കൊടുത്തു, 2 എണ്ണം തെറ്റി. പക്ഷേ കെമിസ്ട്രിയിൽ എനിക്ക് 130 120 എന്നുണ്ടായിരുന്നുള്ളൂ. ദ ഓൺലി റീസൺ why I am standing in Calicut Medical College is only due to physics. ഫിസിക്സ് ആ 170 അടിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ റാങ്ക് കയറിയത് കേട്ടോ. ഓക്കെ, ഇനി എത്ര ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്? 1 2. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കൂടിയല്ലോ കേട്ടോ. 2 ക്വസ്റ്റ്യൻ കൂടിയുള്ള നമുക്ക് ഷടപടേന്ന് തീർക്കാൻ പറ്റും. ശ്രദ്ധിക്കാം, എന്താണ് ഈ ക്വസ്റ്റ്യൻ? 2 thin dielectric slabs of dielectric constant K1 and K2
are inserted between plates of a parallel plate capacitor as shown in the figure. The variation of electric field between the plates with distance d as measured from plate P is correctly shown by. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ K1 is less than K2, അതായത് K2 is greater than K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡൈഇലക്ട്രിക് മീഡിയം കൂടി എന്ന് പറഞ്ഞാൽ അതിലൂടെ ഇലക്ട്രിക് ഫീൽഡിന് പോകാനുള്ള കേപ്പബിലിറ്റി കുറയും. ഓൾറെഡി എയറിലൂടെ പോകുന്നതിനേക്കാളും അത്ര അടിപൊളിയായിട്ടായിരിക്കില്ല ഇലക്ട്രിക് മീഡിയത്തിലൂടെ പോകാം. ഓക്കെ, സോ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ ഗ്രാഫിൽ ഏറ്റവും നന്നായിട്ട് പോകുന്നത് ഫ്രീ എയറിലൂടെ, അതാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ മാക്സിമം ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതിലാണ് നോക്കുക. 1, 2, 3 ഇത് 3 ഉണ്ട് അല്ലേ. ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് K2 is greater than K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവ്, അപ്പോൾ K1 K2ൽ ഇലക്ട്രിക് ഫീൽഡ് കുറയും. അതിൽ ഏറ്റവും കൂടുതൽ കുറയുന്നത് ഏതിലായിരിക്കും? K2ലായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുകൂടെ നോക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, ഇവിടെ ഉണ്ട്, പിന്നെ കുറച്ച് കുറഞ്ഞു അല്ലേ, ഇവിടെ എത്തിയപ്പോൾ കുറഞ്ഞു, പിന്നെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും പഴയ പോലെ, പിന്നെ എന്ത് പറ്റി, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ താഴേക്ക് പോയിട്ടുണ്ട് അല്ലേ. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അതായത് K2 കുറച്ചും കൂടെ കുറയുന്ന കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണല്ലോ, കുറച്ചും കൂടെ കുറയുന്ന കണ്ടീഷൻ. സോ ആൻസർ ഈസ് സി. ഓക്കെ ആണല്ലോ. ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദി ഡേ. വാട്ട് ഇസ് ഇറ്റ്? ശ്രദ്ധിച്ചേ, 3 കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ C1, C2, C3 എന്ന് പറഞ്ഞത് സീരീസിലാണ് അല്ലേ. സോ 1/C prime is equal to 1/C plus 2C 3C അല്ലേ, 1/2C plus 1/3C. So what you get is C prime is equal to 6C/11 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ, ഫൈൻ. 6C/11 ആണ് കിട്ടുക. ഓക്കെ, 6C/11 ആണ് കിട്ടുക. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ചാർജ് ഓൺ കപ്പാസിറ്റർ ഫോർ ശ്രദ്ധിച്ച Q is equal to CV ആണെങ്കിൽ നാലാമത്തെ കപ്പാസിറ്ററിലെ ചാർജ് എന്ന് പറയുന്നത് 4C into V ആയിരിക്കും. ഓക്കെ ആണല്ലോ, 4C into V ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ദ ചാർജ് ഇൻ ദിസ് വൺ? ഈ മൊത്തത്തിലുള്ള ചാർജസ് Q dash is equal to C dash into V. C dash is 6/11C into V. സോ നമ്മളോട് വെച്ചിട്ടുള്ളത് റേഷ്യോ ഓഫ് ചാർജസ് QC2/C4 ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് Q dash by Q, that is equal to 6CV/11 into 4CV, or that is 3/22. 3/22. Answer is 3/22. Okay, and answer is B. Okay, and answer is B. So the last question's answer is B. Okay, so with that we have finally completed the chapter on electrostatic and potential. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ I have kept my first promise. Electrostatics are over finally. ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് പൊട്ടൻഷ്യലും കഴിഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും കഴിഞ്ഞു. ഓക്കെയാണോ, രണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നലെ നടന്ന വിന്നേഴ്സിനൊന്ന് പറയാം. ആദ്യം ഇന്ന് രാവിലെ നമ്മുടെ ഫാസില എടുത്തതിൻ്റെ വിന്നറാണ്. കോംബി റൂം ക്വിസ് വിന്നർ ഇസ് ഹഫ്സത്ത് ഖാനാണ് ജയിച്ചിട്ടുള്ളത് കേട്ടോ. കൺഗ്രാറ്റ്സ് ഹഫ്സൻ. ഷീസ് എ DOPA റിപ്പീറ്റർ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. സോ കൺഗ്രാറ്റ്സ് ഹഫ്സത്ത്, ഷീ ഹാസ് വോൺ ദി DOPA ക്വിസ് വിന്നർ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നലത്തെ നമ്മുടെ എന്താണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ജയിച്ചത് ഷാമിൽ ആയിരുന്നു. സോ ഷാമിൽ വോൺ ദി അവാർഡ്. സോ ഷാമിൽ, കൺഗ്രാറ്റ്സ് ഷാമിൽ. ഓക്കെ ആണല്ലോ. സോ കൺഗ്രാറ്റ്സ് ഷാമിൽ ഫോർ ദാറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നാളെ നമുക്ക് കോംബി ഉണ്ട്. കോംബി അവസാനിക്കുന്നില്ല. നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കെമിസ്ട്രിയാണ്. ഇപ്പോൾ ഫിസിക്സ് കഴിഞ്ഞു, ബയോളജി കഴിഞ്ഞു. ടുമോറോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൊല്യൂഷൻസ് ആണ്. ആൻഡ് ദ ക്ലാസ് വിൽ ബി ടേക്കൺ ബൈ സിനാൻ ഇസ് മൈ ജൂനിയർ. ഓക്കെ, നമ്മുടെ എന്താണ് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹി ഈസ് എ ഗ്രേറ്റ് ഫാക്കൾട്ടി. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി കം ആൻഡ് അറ്റൻഡ് ഹിസ് ക്ലാസ്. ഓക്കെ ആണല്ലോ. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് വേണ്ട ശ്രീലക്ഷ്മി. ആക്ച്വലി എവിടെയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, അതാണ്. ഇനിയിപ്പോൾ വെറുതെ നിങ്ങൾക്കത് പഠിപ്പിച്ചെന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സോ അത് എവിടെയും ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിക്കുന്ന പോലും തോന്നില്ല. കാരണം ഇപ്പോൾ അത് NCERT നിന്ന് ഭയങ്കര എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. ചാർജ് ചെയ്യണമെങ്കിൽ ആകെ നിങ്ങൾ അറിയേണ്ടത് വാട്ട് ഈസ് ദ ചാർജ് ഗിവൺ നോക്കുക. Q is equal to CV into 1 minus e raised to RT/C. ഈ ഗ്രാഫ് ഒന്ന് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ചാർജിങ്ങിൽ വരുന്ന സമയത്ത് വാട്ട് ഈസ് ദ ഡിസ്ചാർജിങ് പൊട്ടൻഷ്യൽ? V equal to V0 into e raised to minus T/RC. ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്ചാർജിങ് ചാർജ്? ഇത് രണ്ടും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത്രയും പറയുന്നതോടെ
we have completed the entire electrostatics. സോ മക്കളെ പോകാനായി എന്നറിയാം, എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടാവും, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ റെസ്പോൺസ് തരുമോ, ഹൗ വാസ് ദി ക്ലാസ്? 2 ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു. ഹൗ വാസ് ഇറ്റ്? നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അത്യാവശ്യം മനസ്സിലായോ, നല്ല ഐഡിയ കിട്ടിയോ, എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോടാ. ഹൗ വാസ് ഇറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഡിഡ് യു ലൈക്ക് ദി ക്ലാസ്? എല്ലാവരും നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറഞ്ഞു തരുമോ, ജസ്റ്റ് ഒന്ന് പറയുമോടാ, ഹൗ വാസ് ഇറ്റ്? കാരണം നിങ്ങളുടെ ഒരു റിവ്യൂ തന്നെയാണ് നമ്മളെ കൂടുതൽ മുന്നിലേക്ക് പോകുന്നത്. ഓക്കെ ആണല്ലോ? ഹൗ വാസ് ഇറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയുമോടാ. ഈസ് ദർ എനിത്തിങ് വിച്ച് ഐ ക്യാൻ ഇമ്പ്രൂവ് ഉണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയണേ, സോ ദാറ്റ് ഐ ക്യാൻ ഇമ്പ്രൂവ് ദ നെക്സ്റ്റ് ടൈം വാട്ട് എവർ യു നീഡ്. പിന്നെ അതുപോലെ തന്നെ ആസ് യൂഷ്വൽ ഇഫ് എനി വൺ നീഡ്സ് ടു കോൺടാക്ട് മീ, യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ ഇൻസ്റ്റാഗ്രാം. മൈ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇസ് THE_CRUDE.DOC കേട്ടോ. സോ ദിസ് ഇസ് മൈ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ്. സോ ആർക്കെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനോ എന്തുണ്ടെങ്കിലും യു ക്യാൻ ഓൾവേസ് പിങ് മീ ഇൻസ്റ്റാഗ്രാം. ഐ വിൽ ബി ഓൾവേസ് ദെയർ. സോ ഐ സീ യു ഇൻ സമ്മർ. ഇനിയിപ്പോൾ 11th ഉണ്ടാവുക. സോ 11th കറണ്ട് ഇലക്ട്രിസിറ്റി ഉള്ളത്. സോ വിൽ സീ യു ഓൺ ദാറ്റ് ക്ലാസ്. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടണേ. സോ ആക്ച്വലി അതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. സോ എവറിബഡി ലുക്ക് അറ്റ് ദി കമൻറ്റ്സ്. സോ ഇറ്റ് വിൽ ബി നൈസ് ഇഫ് യു ഗിവ് സം കമൻറ്റ്സ്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ബട്ട് ഡു ലീവ് സം കമൻറ്റ്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സിനെ പറ്റി തോന്നിയത്, നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെഷൻ ആൻഡ് ദർ വി എൻഡ്സ് ദ hectic electrostatic, and I hope you guys had a wonderful time with me. So thank you for having me here. See you in some other chapters very soon. Good night everyone and all the best for your studies. See you soon. Okay, hello. So good night. Bye bye.